നമ്മൾ ലൈവ് പോയോ ഇല്ല നമുക്ക് കണ്ടറിയണം. ഐ മീൻ ആരെതിലോട്ട് ഹൈ അയച്ചിട്ടില്ല, ഹൈ അയക്കാൻ നമുക്കറിയാൻ പറ്റും ആര് ലൈവ് പോയിട്ടുണ്ടോ ഇല്ലയോ. സോ നോക്കാം. ഇത്തവണ കുറേ പുതിയ ടീംസൊക്കെ വന്നിട്ടുണ്ട്. സോ ഒക്കെ നമുക്ക് നോക്കണം. കുറേ ടീംസ് പരിചയപ്പെടുത്തേണ്ടി വരും. ടിയേഴ്സ് ഉണ്ട്, ആൻഡിൻ്റെ പിള്ളേരുണ്ട്, VSOP ഉണ്ട്, കൊമിക് ഒരു ടോപ്പ് ജോക്കർ ഇൻസ്റ്റെഡ് ഓഫ് മീ. കളിച്ചാൽ മതി ബ്രോ. ഇത് ടോപ്പിൻ്റെ പിള്ളേരൊക്കെ ഇത് വരുന്നുള്ളൂ കേട്ടോ. സഹൽ ബ്രോ നേരത്തെ തന്നെ നമുക്ക് ഇവിടെ ഹാജർ പറഞ്ഞിട്ട്. സോ കാണുന്നുണ്ട് അപ്പോൾ ആൾക്കാർ, അത് മതി. ലൈവ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. നമ്മുടെ പിള്ളേരൊക്കെ ഇത് കയറി വരുന്നേ ഉള്ളൂ. സോ നമ്മുടെ പിള്ളേർ ഇത് പുതിയ കുറേ ടീംസുകളൊക്കെ ഉണ്ട്. എനിക്ക് കാണാൻ പറ്റും. ടിപ്പിൻ്റെ പിള്ളേർ ഇവിടെ ഉണ്ട്. BSD ആണോ BS ആണോ ടീം ബോസ്കോ. അതെ, ബോസ്കോൻ്റെ പിള്ളേരാണ്. ഇപ്പോൾ BSO വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം എക്സോഡസിൻ്റെ പിള്ളേരുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന എക്സോഡസ്. അതുപോലെ നമ്മുടെ RDXൻ്റെ പിള്ളേർ, അർജുൻ റെഡ്ഡിയുടെ ഫാൻസ് ഒന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. സോ RDXൻ്റെ പിള്ളേർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ Error4Not4 പിള്ളേർ ഇവിടെ ഉണ്ട്. പുതിയ ടീമാണ്. പിന്നെ നമ്മുടെ സ്ഥിരം LMX കഴിഞ്ഞ ആഴ്ച എന്താ അറിയില്ല, അവർ ഭയങ്കര ഡൗൺ ആയിരുന്നു. അത് ഈ ആഴ്ച അവർ തിരിച്ചു വരുമോ ഇല്ല നമുക്ക് കണ്ടറിയും. കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്വന്തം ചാമ്പ്യന്മാരാണ് നമ്മുടെ സ്വന്തം DXനുള്ള കഴിഞ്ഞ കപ്പുണ്ട് ആരാണ് DXൻ്റെ പിള്ളേരാണ് തോന്നുന്നു എൻ്റെ മനസ്സിലാണെങ്കിൽ. അതെ, DXൻ്റെ പിള്ളേരാണ് കഴിഞ്ഞ ആഴ്ച കപ്പുണ്ട്. അത് 3 പോയിൻ്റ് വ്യത്യാസത്തിൻ്റെ ഗ്യാപ്പിലാണ് DXൻ്റെ ഉള്ളൊരു കപ്പ് ഉണ്ട്. സോ ആ കപ്പ് പിള്ളേർ ഇത്തവണ നിലനിർത്തില്ല നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ പിന്നെന്താ കണ്ടറിയാം. പിന്നെ അതുപോലെ തന്നെ പുതിയ ഭാഗം നോക്കാം. സ്ലോട്ടൊക്കെ ഒന്ന് വെരിഫൈ ആയിട്ട് അതിന് മുമ്പ്. സമയം 9:12 ആയിട്ടുണ്ട്. സോ നമ്മുടെ സമയമാകുമ്പോൾ എല്ലാവരും കയറിയിരിക്കണം. ആൻഡിൻ്റെ പിള്ളേർ ഫുൾ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ടീം ആൻറ്റഗണിസ്റ്റ് പിള്ളേർ. ടോപ്പിൻ്റെ ആരും വന്നിട്ടില്ലല്ലോ ബ്രോ. ടോപ്പിൻ്റെ പിള്ളേർ വേഗം കയറാൻ പറയും. കാരണം അറിയാമല്ലോ നമ്മുടെ സമയം എപ്പോഴും വന്നില്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിനൊന്നും ഒരു നമ്മൾ ഗ്യാപ്പ് ഇടാറില്ല പരമാവധി. പിന്നെന്താണ് നമുക്കിവിടെ നോക്കാം. അയ്യോ, ഈ സാധനം ഇവിടെ വെച്ച് ചാടിപ്പോയി. സോ കോമിക്ക് ഇത് BC ഏതാ ടീം? അസാസിൻസ് പറഞ്ഞിട്ട് BCയോ അറിയില്ല. ക്രൂവിൻ്റെ പേര് അസാസിൻ BC എന്ന് എടുക്കണേ. പുതിയ പിള്ളേരാണ്, പുതിയ ടീംസിലൊക്കെയാണ്. കുറേ പുതിയ ടീംസിലൊക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്താവില്ല എന്ന് കണ്ടറിയാം. സോ ടീമിൻ്റെ വെരിഫിക്കേഷനൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. BC ഉണ്ട്, ലൂസിയുണ്ട്, SPV ഞാൻ കട്ട് സ്റ്റാർട്ട്. വേറെ ഒന്നുമല്ല, പുള്ളി വേറെ ക്ലാനാണ്. ടീം SPV എന്ന് പറഞ്ഞാൽ സ്പാർട്ടൻസ് ആണോ താവളമാണോ, അത് 2 ക്ലാൻ. ഇതൊരു 3 താവളം പുള്ളി സ്പാർട്ടനാണ്. നമ്മൾ സാധാരണ ഒറ്റ ക്ലാനിൽ നിന്നാണ് എടുക്കാറ്. ഇത് എന്ത് പറ്റിയെന്ന് അറിയില്ല. സോ അതുകൊണ്ട് പുള്ളിനെ മിക്കവാറും ഞാൻ തന്നെ. പിന്നെ നമ്മുടെ ബൈറ്റിൻ്റെ സ്പെക്ട്രം മാത്രമേ വന്നുള്ളൂ. പുതിയ പ്ലേയേഴ്സ് അങ്ങനെ കോൺകറിൻ്റെ പിള്ളേരൊക്കെ ഇറക്കിയിട്ടുണ്ട്. ബൈറ്റിൻ്റെ പിള്ളേർ കാരണം കഴിഞ്ഞാണ് ബൈറ്റിൻ്റെ പിള്ളേർ ജസ്റ്റ് അത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സോ അവർ വരുമ്പോൾ ലൂസിഫറിൻ്റെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. TS നമ്മുടെ തസ്കേഴ്സിൻ്റെ പിള്ളേരോട് സെറ്റ് ആയിട്ടുണ്ട്. തസ്കേഴ്സിൻ്റെ സ്വന്തം തള്ളിപ്പുള്ളി ഒന്നുമല്ല, പുള്ളി എന്തായാലും റൂമിലാണ്. പുള്ളി അത് കഴിഞ്ഞ് വരിക്കും എന്നൊക്കെ വിചാരിക്കും. റേസിൻ്റെ പിള്ളേരോട് സ്വന്തം സെറ്റ് ആയിട്ടുണ്ട്. ഇത് മേത്രയ്ക്ക് ശേഷം പുള്ളി എന്ന് വെച്ചാൽ റേസിൻ്റെ സെയിം ക്ലാൻ തന്നെ കണ്ട റേസ് ഒഫീഷ്യൽ. നമ്മൾ ക്ലാൻ എപ്പോഴും സെയിം ആയിരിക്കും, പരമാവധി ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഇത് CID പിള്ളേരോട് ഇതിൻ്റെ CID അഫ്സൽ ജെയിംസർ എൻ്റർടൈനറും പണിഷണറും വന്നിട്ടുള്ള കഴിഞ്ഞാണ് ഒരു വേറെ ലെവൽ കളിയായിരുന്നു. ഇത് നോക്കുമ്പോൾ പിന്നെ കഴിഞ്ഞ തവണത്തെ നമ്മുടെ TSൻ്റെ പിള്ളേർ വന്നിട്ട് TSS കഴിഞ്ഞ തവണയൊക്കെ അത് തന്നെ. TSS LMS കഴിഞ്ഞ തവണ ഭയങ്കര ഡൗൺ ആയിരുന്നു. സോ അത്തവണ നമുക്ക് കണ്ടറിയാം. വനത്തിൻ്റെ പിള്ളേരോട് വനത്തിൻ്റെ പിള്ളേർ ഇത്തവണ എന്താവുമെന്ന് കണ്ടു. കഴിഞ്ഞ തവണത്തെ ലാസ്റ്റ് ഡിന്നർ അടിച്ച് ലൂസിഫർ അല്ലല്ലോ. ഓക്കെ, ലൂസിഫറിൻ്റെ പിള്ളേർ ഡിന്നർ അടിച്ച് ഇന്നലെ, അത് ഞായറാഴ്ച. VSOP പിള്ളേരോട് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സമയം ഇപ്പോൾ 9:14, 2 മിനിറ്റ് മാത്രം, അല്ല 1 മിനിറ്റ് മാത്രം. LMXൻ്റെ പിള്ളേർ കയറിയിരിക്കുന്നുണ്ട്. സീറോ എക്സ്പെയിൻ്റെ പിള്ളേരത്തെ ഫുൾ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ കഴിഞ്ഞ കൊണ്ടിരുന്നിട്ട് ഇതുവരെ പുതിയ ടീമാണ് Error4Not4. ആരും ഇല്ലേ കാണാൻ? എന്ത് പറ്റി? ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു. അത് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ടാണോ എന്താ അറിയില്ല. ആരും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഒരു ഉഷാറില്ല.
നിങ്ങളൊക്കെ മെസ്സേജ് ബ്രോ, നമ്മളിവിടെ ചില്ലായിട്ടിരിക്കുകയല്ലേ, ഇവിടെ വെച്ചാൽ ബോറടിക്കുക. ഞാൻ ചോദിച്ചാൽ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ സ്പാർട്ടറുകളുണ്ട്, എല്ലാം പഴയ ആൾക്കാരൊക്കെ തന്നെ. പുതിയതായിട്ട് അങ്ങനെ ആകും ഒരു കുറച്ച് ടീമുകളും. അതെ കോമിക്കിൻ്റെ പിള്ളേരുണ്ട്. ഒന്ന് ഡെഡ്, നമ്മുടെ കൂടെ ഫസ്റ്റ് വീക്ക് ഉണ്ടായിരുന്ന ടീമുണ്ട് ഡെഡിൻ്റെ പിള്ളേർ. ലൂസിഫറിൻ്റെ പിള്ളേരൊക്കെ ചുമ്മാ ഗ്രൂട്ട് സർ ജോർജ് ബ്രോ. നമ്മുടെ സീറോ റെസ്പെക്റ്റിൻ്റെ പിള്ളേരൊക്കെ അത് വന്ന് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. വാറുണ്ണി എവിടെ? വാറുണ്ണിക്ക് പകരം അവിടെ സീറോ റെസ്പെക്റ്റിൻ്റെ കിക്കൊക്കെയാണല്ലോ ഇരിക്കണേ. വാറുണ്ണി സാറുണ്ടോ? വാറുണ്ണി സാർ ദൈവത്തിനറിയാം. ഇപ്പോൾ എത്ര 90 പേരായിട്ടുണ്ട്. നമുക്കിപ്പോൾ നോക്കാം. ആൻറ്റിൻ്റെ പിള്ളേരൊന്നും അങ്ങോട്ട് കൊണ്ട് മാറിയിരിക്കുകയാണല്ലോ. അതെനിക്ക് അങ്ങനെ പുള്ളി അങ്ങനെ ആ നേരത്ത് പുള്ളി ഇറങ്ങിപ്പോയിട്ട് ഇപ്പോൾ കയറാനായിരിക്കും. കാരണം ടോപ്പിൻ്റെ വൈപ്പർ വന്നിട്ട് വൈപ്പർ ഇപ്പോൾ മാറും. അപ്പോൾ ആൻറ്റിൻ്റെ പിള്ളേർ കയറാൻ കാരണം ഇതാണ് ഫസ്റ്റ് സ്ലോട്ടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഫുൾ ടൈം. സോ നമുക്ക് അവിടെ ഫസ്റ്റ് സ്ലോട്ടിൻ്റെ ആൾക്ക് അവിടെ കയറാൻ പറ്റാൻ ചാൻസ് ഇല്ല. പുള്ളി ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്, തിരിച്ചു വരുന്ന നമുക്ക് വിചാരിക്കാം. പക്ഷേ സമയം 9:16 ആയിട്ടുണ്ട്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നോക്കാം. ഓക്കെ, നമ്മൾ എല്ലാവരും ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ചെറിയൊരു ഡിലേ വന്നോ? 9:17 ഇല്ല 9:16. കാരണം നമ്മളിപ്പോൾ 9:16, അതായത് 9:15 ടൈം 16 ടീം സ്റ്റാർട്ട് ചെയ്യലാണ് സ്ഥിരം പരിപാടി. സോ നമുക്ക് നോക്കാം. എല്ലാവരും ഇത് ഡെഡിൻ്റെ ഒക്കെ 2 പേര് മാത്രമേ ഉള്ളൂ. DX ആണ് കഴിഞ്ഞ തവണ ലാസ്റ്റ് വീക്കിൽ വിന്നർ DXൻ്റെ പിള്ളേരായിരുന്നു. പക്ഷേ DXൻ്റെ പിള്ളേർ ജയിച്ചത് പോയിൻ്റ് വ്യത്യാസം. DXൻ്റെ പിള്ളേർ ഫസ്റ്റ് അടിച്ച് 127 തൊട്ട് പിന്നിൽ CAD പിള്ളേരുണ്ടായിരുന്നു 124 പോയിൻ്റായിട്ട്. ജസ്റ്റ് 3 പോയിൻ്റ് വ്യത്യാസം. കാരണം ലാസ്റ്റ് സീസൺ DXൻ്റെ പിള്ളേർ വളരെ മോശമല്ല, അതായത് കുറവായിരുന്നു, പോയിൻ്റ് ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ജസ്റ്റ് പിന്നെ ചെറിയൊരു മാർജിനാണ് ജയിച്ചത്. പക്ഷേ വിന്നിങ് ഈസ് എ വിന്നിങ്. എപ്പോഴും പറഞ്ഞു വിന്നിങ് ഈസ് എ വിന്നിങ് ഫോർ ഒരു സെക്കൻഡിനായാലും ജയിച്ചാൽ പോലും അത് വിന്നിങ് ആണെന്നാണ് പറയുക. സോ വിന്നിങ് ഈസ് എ വിന്നിങ്. സോ ഇത്തവണ നമുക്ക് ആ മാർജിൻ ഇതിലൂടെ കൂട്ടാൻ പറ്റുമോ? DX ബ്രോ നമുക്ക് നോക്കാം. DXൻ്റെ ഒരു കട്ട സപ്പോർട്ട് CAD പണിഷർ കട്ടയ്ക്ക് വന്നിട്ടുണ്ട്. പണിഷർ ബ്രോ കളിക്കാനൊന്നുമില്ല ഇന്ന്. CAD പോരാ, പുതിയ പിള്ളേരാണ്. കാരണം ഒരു പുതിയ പിള്ളേരാണല്ലോ വേണ്ടെന്ന്. 2 പേരുള്ളല്ലോ CAD ഇന്ന്. 2 പേര് കയറിയിട്ടില്ല. എന്തു പറ്റി? ടോപ്പിനെ കാണിക്കാം. ടോപ്പിനെ ആദ്യം കാണിക്കാം. അതെ ടോപ്പ് ഒരു സെക്കൻഡ് ഉണ്ട്. ടോപ്പിൻ്റെ കൂടെയാണ് ഞാൻ ലാൻഡ് ചെയ്യാൻ പോകണം. ടോപ്പ് എവിടെ ഇറങ്ങുന്നത് കണ്ടാലും ടോപ്പ് ഹോട്ട് ഡ്രോപ്പ് ഇറങ്ങില്ലെന്ന് പറയും. അങ്ങനെ TS നോക്കാം. വിമാനം ആരുടെയാണ്? വിമാനം സീറോ റെസ്പെക്റ്റ് കിക്കിയുടെയാണ് വിമാനം. ഇനി വിമാനം ഓണറിനൊക്കെ നല്ലോണം ഇരുന്ന് അവിടെ പറയുണ്ടാവും. നമ്മുടെ വിമാനം ആരൊക്കെയാണ് ഹോട്ട് ഡ്രോപ്പ് ഇറങ്ങാൻ പോകുന്നത്? ആരൊക്കെ ചാടുന്നുണ്ട്? ആരൊക്കെ ചാടി മോനെ ഇതേ പിള്ളേരൊക്കെ ചാടുന്നുണ്ട്. നമ്പർ 19 ചാടുന്നുണ്ട്. നമ്പർ 9 ആരാ? 19 ഇല്ലേ? വിമാനത്തിലുള്ളവരെ കാണിക്കില്ല അല്ലേ? ശരി, ഇടാം. നമ്പർ 9 പിള്ളേരൊക്കെ ചാടിയിട്ടുണ്ട്. അതാണ് LMXൻ്റെ പിള്ളേർ നമ്മുടെ സ്വന്തം നോവയിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പിള്ളേർ ഓരോ വയസ്സിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. ഹോട്ട് ഡ്രോപ്പിൽ ആരും ഇല്ല. അതാണ് ബ്രോ നമുക്ക് എല്ലാവരും ഉണ്ടെങ്കിലും നമുക്കൊരു ചില്ലുള്ളൂ. കഴിഞ്ഞ വേണം തന്നെ വേറെ ലെവലല്ലേ. ഇപ്പോൾ 2 പേര് ചിത്രത്തിലിട്ട് നമുക്ക് കണ്ടറിയാം. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഐഷോ ഫോളോ ചെയ്ത ക്ലാം മാറിപ്പോയി. ടോപ്പിൻ്റെ പിള്ളേരൊക്കെ ഇറങ്ങിയാ? ടോപ്പിൻ്റെ പിള്ളേർ ആരും ഇറങ്ങിയിട്ടില്ല. നമുക്ക് പൊച്ചെങ്കിൽ ആരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്? പൊച്ചെങ്കിൽ ഒരു ലോഡ് പിള്ളേർ ഇറങ്ങി. നമുക്ക് പൊച്ചെങ്കിക്ക് സ്പെക്ക് ചെയ്യാം. പൊച്ചെങ്കിക്ക് ഒരു ലോഡ് പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. പൊച്ചെങ്കിൽ എന്തായാലും ഒരു കൂട്ടയടി നടക്കേണ്ടതാണ്. കൂട്ടയടി ഇപ്പോൾ നടക്കില്ല. നമുക്ക് കണ്ടറിയാം. അപ്പുറത്ത് ആരൊക്കെയുണ്ട്? 16 നമ്പർ 16 17 18 ആരൊക്കെയുണ്ട്? നമ്മുടെ DXൻ്റെ പിള്ളേരുണ്ട്, സ്പാർട്ടാർ പിള്ളേരുണ്ട്, VSOP പിള്ളേരുണ്ട്. 3 ടീം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. 3 പേരും ഒരുമിച്ചാണ് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം DXൻ്റെ ഉള്ളിൽ സ്പ്ലിറ്റ് ആയിട്ട് ഇറങ്ങി. പക്ഷേ സ്പാർട്ടർ പിള്ളേർ അങ്ങ് ദൂരെയാണ് ഇറങ്ങിയത്. പക്ഷേ നമുക്ക് നോക്കാം ആരുടെ കിൽഫീൽഡിൽ ആദ്യത്തെ പേര് ആരുടെ ആയിരിക്കും നമുക്ക് കണ്ടറിയാം. കിൽഫീൽഡിലെ പേരൊന്നും വരുന്നില്ലല്ലോ. ആദ്യം ആരുടെ പേര് വരും? ആരുടെ പേര് നമുക്ക് കണ്ടറിയാം. കിൽഫീഡ് ഓവറോൾ എടുത്തേക്കട്ടെ. എങ്കിലും നമുക്ക് പെട്ടെന്ന് കിൽഫീഡ് ഒന്ന് അപ്പം തന്നെ സ്വിച്ച് ചെയ്യണം. അങ്ങനെ തൊട്ടപ്പുറത്ത് വേറൊരു ടീമുണ്ടല്ലോ. എന്തെത്തി? ടോപ്പിന് ഇപ്പോൾ സ്പെക്ക് ചെയ്യട്ടോ. അതിനിപ്പോൾ ടോപ്പിന് സ്പെക്ക് ചെയ്യും. കാരണം ഇവിടെ നടക്കണമെന്നില്ല. ടോപ്പിൻ്റെ പിള്ളേർ അങ്ങ് ജോർജ് പുള്ളാണ്. പക്ഷേ ജോർജ് പുള്ളിൽ ഒരു മനുഷ്യനില്ല. അവർ ടോപ്പിൻ്റെ പിള്ളേർ മാത്രമേ ഉള്ളൂ. ജോർജ് പുള്ളി ഇപ്പോൾ ലൂട്ട് കുറവാന്ന് നമുക്കൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ആ കംപ്ലയിൻ്റ് കാരണമായിരിക്കണം ആരിപ്പോൾ ജോർജ് പുള്ളറിൻ്റെ ടോപ്പിൻ്റെ പിള്ളേർ അവിടെ ചുമ്മാ ഹോട്ട്രോപ്പമാനെ BSC നമ്മുടെ താഴെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അതന്നെ BSCയുടെ പിള്ളേർ അടി തുടങ്ങി വെച്ചിട്ടുണ്ട്. BSCയുടെ പിള്ളേർ എവിടെയാണ് അടി തുടങ്ങി വെച്ചത്?
ഇതെവിടെയാണ് എവിടെ എടുക്കണം? മുകളിലാണോ? ശിവന്മാർ ഇത് എവിടെ പോയി ഇറങ്ങിക്കണം? ഒരു മിനിറ്റ് മാപ്പ് നോക്കട്ടെ എവിടെയാണ്. DXൻ്റെ പിള്ളേർ അവിടെ VSOP പിള്ളേർ അടിച്ചുറങ്ങിയിട്ടുണ്ട് മോനെ. അടുത്ത കില്ലൊരിട്ട് VSOP ഒരു പ്ലെയർ നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഫോറസ്റ്റിൻ്റെ പിള്ളേരുടെ ഫോറസ്റ്റ് മുന്നിൽ നിന്ന് ആക്കിയതിന് അടിച്ചിട്ടിരിക്കുകയാണ്. പൊള്ളി ആദ്യത്തെ സ്ക്വാഡ് പോയി പാർട്ടൊക്കെ ആയിരിക്കും മോനെ. VSOP മാക്കത് ചാടി വരുന്നുണ്ട്. DX അത് അടിക്കും നോക്കാക്കി നോക്കി, പക്ഷെ നടന്നില്ല മോനെ. DX അത് കണ്ടോ തലയിലേക്ക് അടിക്കാനുള്ള ശ്രമമാണ്, പക്ഷേ അത് DX ഫോറസ്റ്റിനെ അടിച്ച് നോക്കാക്കി നമ്മുടെ VSOP പിള്ളേർ മോനെ. VSOP മാക്കത് ചാടി കയറുന്നുള്ളിലേക്ക് ആരെയും അവിടെ കാണുന്നില്ല മോനെ. അടുത്തടി ഇതാ D47 DX കയറുന്നു. ചെമ്പനെ പക്ഷെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. ചെമ്പൻ അവിടെ നോക്കാണ് മോനെ. പക്ഷെ മുകളിലുള്ള നോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു പുള്ളി മാക്ക് കയറിപ്പോയി. അല്ല, മാക്ക് കയറിയില്ല. 47 DX അത് മുമ്പിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ 47 DX കണ്ടില്ല. അത് റെവ് എടുക്കാൻ വരും മിക്കവാറും. അത് റെവ് എടുക്കാൻ പോകുമോ, റെവ് എടുക്കാൻ വരുന്നുണ്ടോ ഇല്ലെന്ന് കണ്ടറിയണം മോനെ. ഇസഡാർ നമ്മുടെ ലിപ്പോക്കെ പോയിട്ടുണ്ട്. ഇസഡാറിൻ്റെ പിള്ളേർ മുകളിൽ 47 DXൻ്റെ അടുത്ത് നോക്കാം മോനെ. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ VSOPയുടെ സാക്ക് അവിടെ വേണ്ടിയിട്ടുണ്ടായിരുന്നു. സാക്ക് അത് ജസ്റ്റിനാണ് രക്ഷപ്പെട്ടത്. പക്ഷേ മോനെ അടുത്തടി DX 47 DX അടിച്ച് നോക്കിയിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും കില്ല് കൺഫേം ചെയ്യും. അതേ കില്ല് കൺഫേം ചെയ്തു. പക്ഷേ എന്താണ് നേടുകളൊക്കെ വാരി എറിയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. സ്പാട്ടർ പിള്ളേർ അപ്പുറത്ത് കണ്ട് മോനെ. അവിടെ നിന്ന് അടുത്തടി ഇനി ആരാണ്? സൈക്കോ DX റെവ് എടുക്കാൻ ഓടി വരുന്നു. ഷാജിപ്പാപ്പനെ നമ്മുടെ സ്വന്തം സൈക്കോ DX അത് നോക്കുന്നുണ്ട്. ആരൊക്കെങ്കിലും അവിടെയുണ്ടോ, തല പൊങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. പക്ഷെ റെവ് എടുക്കുന്ന രണ്ടുപേരും നോക്കാണ്. RXൻ്റെ പിള്ളേർ അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മക്കളെ. ദ ഫോറസ്റ്റ് DX വന്ന് എടുക്കടാ, റെവ് എടുക്കടാ എന്ന് പറയുന്നുണ്ട് മോനെ. അത് റെവ് എടുക്കുന്നു ജസ്റ്റ് മിസ്. അവസാന നിമിഷം 2 കിലോ നോക്കുകൾ ഇട്ടും അത് മുതലെടുക്കാൻ പറ്റിയ നമ്മുടെ സ്വന്തം ടീം VSOP. കാരണം VSOP 2 പേര് അവർ തിരിച്ച് പെട്ടിയാക്കി വിട്ടു. അവിടെ 2 നോക്ക് ഇട്ടപ്പോൾ ഇവിടെ 2 പെട്ടികളാണ് വീണത്. അതാ നമ്മുടെ DXൻ്റെ പിള്ളേർ മോനെ ഡബിൾ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. അതേ മോനെ അവിടെ ചെറുതായിട്ട് അടിയൊക്കെ നടക്കുന്നുണ്ട്. സ്ക്വാഡ് വൈപ്പ് ഇന്നത്തെ സ്ക്വാഡ് വൈപ്പ് മിക്കവാറും 0 റെസ്പെക്റ്റ് കൊണ്ടുപോയി. ആദ്യത്തെ സ്ക്വാഡേയും നമ്മുടെ 0 റെസ്പെക്റ്റിൻ്റെ പിള്ളേർ കൊണ്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേ കൊണ്ടുപോയിരിക്കുന്നതാണ്. നമുക്ക് കൂടെ നോക്കാം. ഇവിടെ ഞാൻ ഇവിടെ ഒരു സ്ക്വാഡ് പോയി പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. ഇവിടെ 2 കില്ലാണ് പോയിട്ടുള്ളത് മോനെ. സൈക്കോ DX ഫോറസ്റ്റ് DX അത് ചുമ്മാ വളഞ്ഞേക്കാണ് പിള്ളേരെ മൊത്തം വളഞ്ഞിരിക്കുകയാണ് നമ്മുടെ സ്വന്തം പിള്ളേർ. ആരാണ്? DXൻ്റെ പിള്ളേർ. അതാണ് നമ്മുടെ VSOPൻ്റെ പിള്ളേർ വളഞ്ഞിരിക്കുന്നു. ഒന്നും നടക്കുന്നില്ല. പക്ഷേ അഡ്വൈസ് 2 പേര് മാത്രമേ. എന്നിട്ടാണ് ഇങ്ങനെ കില്ലാൻ ബുദ്ധിമുട്ട്. ഇനി 2 vs 4 ക്ലച്ചിടോ ഇല്ലേ എന്ന് കണ്ട് പേടിച്ചിട്ടായിരിക്കണം അവർ പുഷ് ചെയ്തത്. പക്ഷേ DX നഗറും നല്ല കിടക്കച്ച് കഴിഞ്ഞ തവണത്തെ വിന്നറും കൂടിയാണ് DX. അതുകൊണ്ടാണോ അവർ പേടിച്ചിട്ടാണോ എന്താണെന്നറിയില്ല. അവർ പുഷ് ചെയ്യുന്നില്ല മോനെ. നമുക്ക് ബൈറ്റിൻ്റെ പിള്ളേർ TSൻ്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. ബൈറ്റിൻ്റെ പിള്ളേർ എടുത്തിരിക്കും. ഇവിടെ ഒന്നും നടക്കുന്നില്ല. നമുക്ക് അതുകൊണ്ട് ഇതാണ് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ തെറ്റി. ഇത് അടി തുടങ്ങിയപ്പോൾ വേറെ ലെവൽ. സാക്ക് അവിടെ ഉണ്ട്. സാക്കിന് അടിക്കാൻ വരുന്ന ഗ്ലെന്നവിടെ മുകളിലുണ്ട്. ഗ്ലെന്നിൻ്റെ അടുത്ത് പോയില്ല നമുക്ക് മോനെ. സാക്കിൻ്റെ കില്ല് അങ്ങനെ ഒരു കില്ലെന്ന് വെച്ചാൽ കണ്ട് മോനെ അടുത്ത് ചാടി വരുന്നു ഷാജിപ്പാപ്പൻ. ഏതാ പിന്നെ നിന്ന് അടിച്ചുകൊണ്ട് നമ്മുടെ ഫോറസ്റ്റ് DX സൈക്കോ DX അടിച്ച് നോക്കായി. പക്ഷേ കൺഫേം ചെയ്യാൻ പറ്റുമ്പോഴേക്കും നമ്മുടെ ഫോറസ്റ്റ് അവിടെ നിന്ന് പിന്നെ അടിച്ച് ഭിത്തിൽ ഒട്ടിച്ച് കളഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ പിള്ളേരുടെ പണി തീർത്തിട്ടുണ്ട്. ഇനി TSൻ്റെ അടുത്ത് TSS അല്ല ടീം TS അഗോരിനവിടെ പെട്ടിയാക്കിയിട്ടുണ്ട്. ആരാണ് ആക്കിയത്? നേരത്തെ ഇവിടെ പിള്ളേരുണ്ടായിരുന്നു. അതെ ബൈറ്റിൻ്റെ പിള്ളേരാണ്. ബൈറ്റിൻ്റെ പിള്ളേർ അഗോരിനെ പെട്ടിയാക്കിയിട്ടുണ്ട്. ഇത് CAD അതെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതേ സ്ഥലം സാർക്കിലൊരു ഫൈറ്റൊക്കെ ഉണ്ട് മോനെ. ഒരു മിനിറ്റ് ഇപ്പോൾ സൈഡ് എടുത്ത് നൂബിൻ്റെ അടുത്തേക്ക് വന്ന പുഷ് നൈസായിട്ട് നൂബ് അത് ചാടി രക്ഷപ്പെട്ടു. പക്ഷേ ചാടിയ നേരെ നമ്മുടെ റാംബോ നൂബിക്കാണ്. അതായത് പറഞ്ഞില്ല അത് നൂബിനത് പെട്ടിയാക്കി വിട്ടിട്ടുണ്ട് റാംബോ മോനെ. അത് അടുത്തൊരു നമ്മുടെ കോമിക് ഡിങ്കൻ. മറ്റേ 2 ടീമായിപ്പോയി. അതാ പറ്റിയ. കോമിക് വേറെ സ്ക്വാഡാണ്, പക്ഷേ പുള്ളി ഇരുന്ന ടീം മാറിപ്പോയി. അതുകൊണ്ടായിരിക്കാം. നമുക്ക് നോക്കാം എന്തുണ്ടാവും. കോമിക് ഡിങ്കൻ എന്ത് ചെയ്യും? ഡിങ്കനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് കണ്ടറിയാം. ഇല്ല, അത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇൻസൈൻ ചാടി ഉണ്ട്. അത് DX വേറെ ലെവലാണ്. DX ഓർഡർ സ്ക്വാഡ് സൈക്കിളിന് അവിടെ അടിച്ചിട്ടുണ്ട്. RDXൻ്റെ ഇവിടെ അങ്ങനെ അതും പെട്ടിരുന്നു. നമുക്ക് നേരെ നമ്മുടെ സ്വന്തം കോമിക്കിന് തീർത്തു. അർജുൻ റെഡ്ഡി RDXൻ്റെ പിള്ളേർ എടുത്തിക്കണം. RDXൻ്റെ പിള്ളേർ അർജുൻ റെഡ്ഡി അവിടെ കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. ഓൾറെഡി പെട്ടികളൊക്കെ വേണ്ടിയിട്ടുണ്ട്. അത് റെവ് എടുക്കുന്നു. ഇവിടെ ആരാണുള്ളത്? BC നമ്മുടെ സ്വന്തം BCയുടെ പിള്ളേരുണ്ട്. അത് S12 സമൽ ബ്രോ. ഒരു മിനിറ്റ് ജസ്റ്റ് മിസ്. ഇവിടെ നിന്ന് എസ്കേപ്പ് ആണെങ്കിൽ നമുക്ക് CD എടുത്തിക്കാം. അവിടെ ഒന്നും നടക്കണമെന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചു പോരാ എന്തെങ്കിലും. ഓൾറെഡി ഒരു പെട്ടിയൊക്കെ വീണപ്പോൾ ഞാൻ ഒരു റിവെഞ്ച് എടുക്കാൻ പോകുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒന്നും നടക്കുന്നില്ല. നമ്മുടെ CIDയുടെ സ്ക്വാഡ് നമ്പർ എത്രയായിരുന്നു? CIDയുടെ നിന്ന് 2 ആളുണ്ടായിരുന്നുള്ളൂ. സ്പോട്ട് അറിയാം. CID കൂടെ ചുമ്മാ അതേ CID സജു ബ്രോ. ഒന്നും നടക്കുന്നില്ല. അതേ പിള്ളേർ ഇവിടെ അടിക്കൂടൊക്കെ ചുമ്മാ ലൂട്ട് ചേർക്കാണ്. ഒന്നുമില്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല. എല്ലാം ഓക്കെയാണ്. ഡബിൾ ഓക്കെയാണ്. നമുക്ക് ചെമ്പൻ DX എടുത്തു. അവിടെ സ്പാട്ടർ പിള്ളേരോട് ചെറുതായിട്ടൊന്ന്
CAD സച്ചു പ്രോ. അതേ മോനെ നമ്മുടെ സ്വന്തം സ്പാട്ടൻ പിള്ളേരുടെ മോളിൽ നിന്ന് അത് നോക്കി സ്പെക്ക് ചെയ്ത് അടിച്ചിടോ മോനെ. അടിച്ചിട്ടില്ല. ജസ്റ്റ് മിസ് മോനെ, ജസ്റ്റ് മിസ്സിലാണ് ചെമ്പൻ രക്ഷപ്പെട്ടത്. പക്ഷെ ഇപ്പുറത്ത് തിരിച്ചടിക്കുന്നുണ്ട്. അതെ, ബാൻഡേജ് ഒക്കെ അടിക്കുന്നു DXന്റെ പിള്ളേർ. ഇത് മോനെ അടുത്തടി ആരാണ്? സൈക്കോ അത് ബുള്ള് കവർ ഫയർ ചെയ്തുകൊണ്ടാണ് ഇത് ചാടിപ്പോയത് മോനെ. അവിടെ ജസ്റ്റ് മിസ്സിനാണ് നമ്മുടെ ചെമ്പൻ രക്ഷപ്പെട്ടത്. ഒരു ബുള്ളറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ പുള്ളി അവിടെ നൈസായിട്ട് നോക്കായി വീണ് പെട്ടിയാവുമായിരുന്നു. പക്ഷെ പുള്ളി എന്തോ ജസ്റ്റ് കിടുക്കാച്ചിയുടെ പുള്ളി എന്താ ഉണ്ടായെന്ന് എനിക്ക് പുള്ളിക്ക് വനത്തിൻ്റെ പിള്ളേർ ഇവിടെ ഉണ്ട്. വനത്തിൻ്റെ പിള്ളേർ മുകളിൽ എവിടെയുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. വനത്തിൻ്റെ പിള്ളേർ തീർന്നിട്ടില്ല. വനത്തിൻ്റെ പിള്ളേർ എവിടെയാണ്? മിൽട്ടയിൽ വനത്തിൻ്റെ പിള്ളേർ ഒറ്റയ്ക്കാണ്. അവർ ചുമ്മാ അവിടെ ചില്ലായിട്ടിരിക്കുന്നുണ്ട്. CAD പിള്ളേർ അപ്പുറത്ത് ചുമ്മാ ലൂട്ട് ചെയ്ത് കളിക്കേണ്ട ഒരു കുഴപ്പമില്ല. അവർ നമ്മുടെ സെവറിനപ്പുറത്ത് മറ്റേ നമ്മുടെ ഷൂട്ടിംഗ് റേഞ്ചിൻ്റെ അവിടേക്ക് ആയിട്ട് ചുമ്മാ കറങ്ങി എടുക്കുന്നുണ്ട്. ഇവിടെ നോക്കാം എന്താണ് നടക്കുന്നത് മോനെ. ഇവിടെ ചെമ്പൻ DX എന്ത് ചെയ്യും? ചെമ്പൻ DX ഒറ്റയ്ക്കാണ്. മെഡ് പോലും ഇല്ല. അത് പെട്ടിരിക്കുന്നു. ടിപ്പിൻ്റെ പിള്ളേർ DSന്റെ പിള്ളേർ അടിച്ച് തേക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാമെന്നുണ്ട്. അവിടെ മിക്കവാറും വൈപ്പായി ഇല്ലേ? വൈപ്പായോ? ഇല്ല, വൈപ്പായില്ല. മിക്കവാറും വൈപ്പാവും. അതുകൊണ്ടാണ് DXന്റെ അടുത്തേക്ക് പോവുക. അതായിരിക്കും നല്ലത്. ഓനെ CAD ചെന്നിറങ്ങുന്നില്ല. DX ബിഗ് ഫാൻ. ഞാൻ ഫാനായിപ്പോയി. DX അത് തന്നെ അടുത്ത സ്ക്വാഡിനെ വൈപ്പ് ചെയ്യില്ലെന്ന് പറയുന്നത്. ചെമ്പൻ DX അതാ മെഡ് പോലും അടിക്കാതെ അത് നിൽക്കുകയാണ്. നമ്മുടെ സ്പാട്ടൻ പിള്ളേർ അടിക്കാൻ വേണ്ടി. സ്പാട്ടൻ പിള്ളേരാണെങ്കിൽ ഒരു ബിൽഡിംഗ് ഇട്ട് ഇറങ്ങുന്നില്ല. എന്താണ് ബോയ്സ് ഇങ്ങനെ? മോനെ TS ബെക്കടി താനോസിനെ നിർത്തും. അങ്ങനെ മൊത്തം ടിപ്പെക്സ് വനത്തിന് നിർത്തുന്ന ടിപ്പിൻ്റെ പിള്ളേർ മൊത്തം വൈപ്പ് ചെയ്ത് നമ്മുടെ സ്വന്തം TSന്റെ പിള്ളേർ തുടങ്ങി വെച്ചിട്ടുണ്ട്. അടുത്തടി LMXന്റെ പിള്ളേരൊന്നും തുടങ്ങിയില്ല. പേരൊന്നും എഴുതി കാണിച്ചില്ല. തീരെ എഴുതിയിട്ടും LMXന്റെ പിള്ളേരോടെ പോയി. ബ്ലൈൻഡ് വാറണി ഇവിടെയുണ്ട്. ബ്ലൈൻഡ് വാറണി ഇതേ സീറഫിൻ്റെ പിള്ളേർ അവിടെ ഉണ്ട്. വാറണി സാർ ഇതുവരെയായിട്ട് 3 കില്ലെടുത്ത് മുമ്പിലാണ്. സീറഫിൻ്റെ അവർ പക്ഷെ അവിടെ വേറെ ആരും ഇല്ല. അതുകൊണ്ടായിരിക്കാം അവിടെ ആരും ഒന്നും ചെയ്ത്. മോന് ഡെഡിൻ്റെ പിള്ളേർ അവിടെ ചുമ്മാ കറങ്ങി വരുന്നുണ്ട്. നമ്മുടെ ഡെഡ് കാച്ച്, റാപ്റ്റർ പൂൾ, പിന്നെ ഡെഡ് സ്റ്റീവ് 3 പേര് അത് വണ്ടിയൊക്കെ എടുത്ത് ചാടിച്ചു വരുന്നു. മോനി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ വണ്ടി ഓടിക്കുന്നു നമ്മുടെ സ്വന്തം ഡെഡ് സ്റ്റീവ് ആ തലയൊക്കെ പുറത്തിട്ട് മോനെ. CAD ജെയിംസ് ഷാരൺ പ്രോ. നമുക്ക് നോക്കാം അവരൊന്ന് പ്രോയാകോ അതോ നമ്മൾ സ്ഥിരം നിങ്ങൾ കാണിക്കുന്നത് പോലെ എന്നും 8 കില്ലും 10 കില്ലുമായി 2 പേരുണ്ടായിട്ടും സെക്കൻഡും തേർഡും വരുന്ന പോലെ കാണില്ല. എന്താ പറയുക? DXOP ആണ്, വേറെ ലെവലാണ്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണി, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയാണ് നമ്മുടെ ഈ എനർജി. സോ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. മോനെ ഡെഡിൻ്റെ പിള്ളേർ ചുമ്മാ ഓടി എടുക്കുന്നത്. നമുക്ക് DXന് എഴുതുക. ചെമ്പൻ അത് ഹെൽത്ത് പോലും അടിക്കാതെ അവിടെ സ്കൗട്ട് ചെയ്യുകയായിരുന്നു. അത് ചെമ്പൻ 47 DX അത് പോകുന്നുണ്ട്. ചെമ്പൻ DX അത് ഹെൽത്ത് പോലും അടിക്കാൻ തോടാണ്. പുള്ളിക്കെതിരായിട്ടൊരു ഹെൽത്ത് കിറ്റ് കിട്ടിയില്ലേ? പക്ഷേ സ്കൾസർ നമുക്ക് നോക്കാം. മോനിതേ ചെമ്പൻ DX അവിടെ ഉണ്ട്. ചെമ്പൻ അത് ഹെൽത്ത് തപ്പിയെടുക്കാൻ തോന്നുന്നുണ്ട്. ചെമ്പനോടത് ഹെൽത്ത് ഇല്ല അയ്യോ എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. പുള്ളി അതാ എങ്ങോട്ട് പോകണമെന്നറിയാതെ ടോപ്പിൻ്റെ പിള്ളേർ അവിടെ ചുമ്മാ നമ്മുടെ സ്വന്തം ജോർജ് പുള്ളാണ്. അവിടെ നിന്ന് എതിരിട്ട് അനങ്ങിയിട്ടില്ല. ഇതേ വരുന്നുണ്ട് മോന്. റെഡ് സോണിൽ പെട്ടിയാവോ? ഇല്ല, കണ്ടറിയാം. റെഡ് സോൺ വരുന്നുണ്ട്. എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെ കയറിയിരിക്കുക. അതാണ് കൂടെ ഉണ്ടായാൽ മതി. നമ്മൾ ഫുൾ സപ്പോർട്ടാണ്. ഫുൾ പരമാവധി നമ്മൾ ചില്ലാൻ നോക്കും. ഇതേ പെട്ടിയാവരുത്. കാരണം പണ്ട് ഇതുപോലെ ഞാൻ റെഡ് സോണിൽ കൂടെ ഇതുപോലെ ഓടിയതാണ്. പിന്നെ അന്ന് പെട്ടിയാണ് ചെയ്തത്. CAD സ്പീഡിനെ നമുക്ക് കാണിക്കാം. CAD അടുത്ത് വനത്തിൻ്റെ പിള്ളേർ അടിപൊളിയുണ്ട്. LMXന്റെ പിള്ളേർ വനത്തിൻ്റെ പിള്ളേർ തുടങ്ങി വെച്ചിട്ടുണ്ട്. വനത്തിൻ്റെ പിള്ളേർ വനത്തിൻ്റെ പിള്ളേരോട് എന്തോ തുടങ്ങി വെച്ചിട്ടുണ്ട്. LMX ഉണ്ട്. LMX എവിടെയാണ്? LMX നേട് ഇവിടെ ഓൾറെഡി ബുദ്ധിയാണ് ചെമ്പൻ്റെ മെയിൻ പറയുന്നത്. അതാണ് സാധാരണ. അതുകൊണ്ടായിരിക്കും പുള്ളി ഇതിലായിട്ടും ഒന്നും ഹെൽത്ത് ഒന്നും അടിക്കാൻ അവിടെ ഓടിയെടുക്കണത്. മോനെ മിൽട്ടയിൽ നമ്മുടെ LMXന്റെ പിള്ളേർ വന്നു അവിടെ. പക്ഷേ വനത്തിൻ്റെ RJ45 നൈസായിട്ട് ട്രാപ്പായി പോയി. കാരണം പുള്ളി അവിടെ ഒറ്റയ്ക്കാണ്. ബാക്കിയുള്ള വനത്തിൻ്റെ പിള്ളേർ അങ്ങ് ദൂരെയാണ്. പുള്ളിനെ റെവ് എടുക്കാൻ പറ്റില്ല കണ്ടറിയാം. മോനെ ബീറസ് അതപ്പ് പുഷ് ചെയ്യുന്നു. ബീറസ് അതാ കണ്ടു. എന്താണ് പുള്ളി FPP വെച്ചിട്ടാണ് കളിക്കുന്നത് ബീറസ്. അങ്ങനെ വനം RJ45 പെട്ടിയാക്കിയിട്ടുണ്ട്. ബീറസ് എന്താണ് ചുമ്മാ പുള്ളി FPP ഒക്കെ വെച്ച് ചുമ്മാ വേറെ ലെവൽ കളിയായിരുന്നു. ചില്ല്. നോക്ഷ്യസ് ഇന്ന് കളിക്കാനുണ്ടോ? ടീം നോക്ഷ്യസ് ഇന്ന് കളിക്കാനില്ലാന്ന് തോന്നുന്നുണ്ട് ബ്രോ. നോക്കേണ്ടി വരും. ടീം നോക്ഷ്യസിൻ്റെ പേര് എനിക്ക് കണ്ടായിട്ട് ഓർമ്മയില്ല. ഡൗട്ടാണ്. ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ടീം നോക്ഷ്യസ് ഇല്ലല്ലോ. ടീം ബോസ്കോ ഒക്കെ അവരെ കാണിച്ചു ഇല്ല ഞാൻ. ടീം ബോസ്കോ അയ്യോ പെട്ടിയായിട്ടില്ല. അപ്പം CAD നമ്മുടെ പിള്ളേർ ഞാൻ ചാടി വരും. ബോസ്കോ ഓർഡർ 4 കിലോ സ്ക്വാഡ് വൈപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുക. ഇവിടെ എക്സോഡസിൻ്റെ പിള്ളേർ ചെറിയ ഫൈറ്റ് എടുക്കുന്നത്. നമ്മുടെ സ്വന്തം CAD പിള്ളേർ അവിടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. CAD പിള്ളേർ ചാടി ഓടി വരുന്നുണ്ട്. സോണിക്കൂടെ പയ്യെ 2 പേരുള്ളതുകൊണ്ടായിരിക്കും അവരധികം ഫൈറ്റ് എടുക്കില്ല. എക്സോഡസിൻ്റെ പിള്ളേർ അവിടെ ഓൾ സ്റ്റാർസിൻ്റെ പിള്ളേർ അടി വെക്കുന്നുണ്ട്. മോൻ ഓൾ സ്റ്റാർസിൻ്റെ പിള്ളേർ എക്സോഡസ് ഇവിടെ താഴെ എവിടെയാണല്ലോ.
എക്സോഡസിൻ്റെ 3 പേര് നോക്കായിരിക്കും മോൻ. ഓൾ സ്റ്റാർസിൻ്റെ പിള്ളേർ ഇതേ സ്ക്വാഡ് വൈപ്പ് പൊളി മോൻ. അങ്ങനെ എക്സോഡസിൻ്റെ പിള്ളേരെ മൊത്തത്തിൽ തേച്ച് വിട്ടിട്ടുണ്ട്. ഇല്ല തേച്ച് വിട്ടിട്ടില്ല, 2 പേരും കൂടി ഉണ്ട്. 2 പേര് എക്സോഡസിൻ്റെ ബാക്കിയുള്ളവരോടെ റെവ് എടുത്തത് പുല്ല് നിൽക്കണ സോണിന് പുറത്താണ്, സോണിനകത്ത് എല്ലാം കയറലാണ്. ഇപ്പോൾ കാണിക്കാം അത് ഇവിടെ എന്തായാലും മിക്ക 2 പേരുള്ളൂ. അവരെന്തായാലും മിക്കവാറും വെട്ടിയാക്കാൻ ചാൻസ് ഉണ്ട് ഓൾ സ്റ്റാർസിൻ്റെ പിള്ളേർ. എക്സോഡസ് മോട്ടൽ ഇല്ല, അവരവിടെ നിന്ന് വണ്ടി വളഞ്ഞു വിട്ടുപോയി. സോ നമുക്ക് DX നമ്മുടെ ഇനി ആരുള്ള ടോപ്പിൻ്റെ പിള്ളേർ കാണിക്കാം. ടോപ്പിൻ്റെ പിള്ളേർ അവിടെ ശരി അവിടെ ചെറിയൊരു അടി അടക്കാൻ ചാൻസ് ഉണ്ടല്ലോ. ടോപ്പിൻ്റെ പിള്ളേർ എടുത്ത് നമ്മളത് ടോപ്പിൻ്റെ പിള്ളേർ അടി തുടങ്ങി മോനെ പറഞ്ഞില്ല. അതെ ടോപ്പിൻ്റെ പിള്ളേർ തസ്കേഴ്സിൻ്റെ പിള്ളേർ അവിടെ ഉണ്ട് ഓൾറെഡി. വനത്തിൻ്റെ ടോപ്പിൻ്റെ പിള്ളേർ ഓൾറെഡി ടോപ്പ് കോബ്ര ഇവിടെ നോക്കാണ്. ടോപ്പ് കോബ്ര ഇവിടെ സെറ്റായിട്ടിരിക്കും, നോക്കായിട്ടുണ്ട്. റെവ് എടുക്കുന്നില്ല, എന്തോ ഒരു റെവ് എടുക്കില്ല. അതുപോലെ TSൻ്റെ പിള്ളേർ TS റാംബോ മിക്കൽ അഗൂർ ഓൾറെഡി അപ്പോൾ നഷ്ടപ്പെട്ടിരുന്നു. ബാക്കിയുള്ളവർ 3 പേരോട് നോക്കിക്കുന്നു. ടോപ്പ് വൈപ്പ് റെവ് എടുക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണം. പക്ഷേ അവിടെ മിക്കേലിനും അതൊരു നെയ്ഡ് കുക്ക് ചെയ്യുന്നുണ്ട് മോനെ അടുത്ത. പക്ഷേ അപ്പോഴേക്കും ഇവിടെ തിരിച്ചൊരു നെയ്ഡ് വന്നിരിക്കുന്നു. മിക്കയിൽ ഒരു നെയ്ഡ് വന്നിട്ടുണ്ട്. ആ നെയ്ഡിൽ എന്തുണ്ടാവും മോനെ, ജസ്റ്റ് മിസ് പൊളി. ടോപ്പിൻ്റെ പിള്ളേർ അത് മിൻസേൻ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. ടോപ്പ് മോനെ വേറെ ടോപ്പ് ജോക്കറിൻ്റെ കിടക്കാച്ച് ഫുള്ളാൻ ടോപ്പ് ജോക്കർ അത് വരുന്നു മോനെ. ടോപ്പ് വൈപ്പിൽ TS റാംബോ നോക്കാക്കിയിരുന്നു മോനെ. ടോപ്പിൻ്റെ പിള്ളേർ വേറെ ലെവൽ OP കളിയാണെന്ന് തോന്നുന്നു. അത് നോക്കുന്നു മോനെ. അവിടെ ചെറിയൊരു അത് മിക്കേൽ വൈറ്റിനെ പെട്ടിയാക്കിയിട്ടുണ്ട് നൈസായിട്ട്. ഇനി മിക്കേൽ മാത്രമേ ഉള്ളൂ. മിക്കേൽ അത് ടോപ്പ് വൈപ്പറിനെ അടിക്കാൻ നോക്കുന്നു. കറങ്ങി വരുന്നുണ്ട് മോനെ. TSനെ കറങ്ങി അടിക്കാൻ ശ്രമം മോനെ. വേറെ ലെവൽ നെയ്ഡുകൾ ഇങ്ങനെ ടോപ്പിൻ്റെ വൈപ്പറിൻ്റെ സ്ഥിരം ഏർപ്പെടുന്നുണ്ട്. നെയ്ഡ് എറിഞ്ഞിട്ട് പുള്ളി അടിക്കാൻ വന്നു. അങ്ങനെ ടോപ്പിൻ്റെ ഉള്ളവർ കിടക്കാച്ച് സ്ക്വാഡ് വൈപ്പ് നടത്തിയിരിക്കുന്നു നമ്മുടെ TSൻ്റെ പിള്ളേരെ മോനെ. DXൻ്റെ അവിടെ നോക്കാം. DXൻ്റെ അവിടെ ഇപ്പോഴും നോക്കിയിരിക്കുകയാണ് സ്പാട്ടർ പിള്ളേർ അടിക്കാൻ വേണ്ടിയിട്ട്. സ്പാട്ടർ പിള്ളേർ പക്ഷേ അവിടെ ഓൾറെഡി നോക്കൊക്കെ ഉണ്ട് മോനെ. അടുത്ത് നോക്കി പക്ഷേ അങ്ങ് ദൂരെ സ്പാട്ട കേടിനടിക്കാനുള്ള ശ്രമം. തല്ലിപ്പൊളി ബ്രോ ഞാനിന്ന് ആ വഴി വന്നിട്ടുണ്ടായിരുന്നു, കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അത് നിങ്ങളുടെ ടീം നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ ടീം വൈപ്പായി പോയിട്ടുണ്ട് ചെറുതായിട്ട് മോനെ. 47 DX അടിക്കുന്ന ശ്രമം. സ്പാട്ട JK അക്കൊന്ന് കളിക്കാനുണ്ട് മോനെ. സ്പാട്ട JK അവിടെ കിടക്കാച്ച് പുഷ് വരുന്നുണ്ട് മോനെ. ഫ്രീക്ക് താഴെ നിന്ന് ഒറ്റയാൾ പോരാട്ടം നടത്തേണ്ട. ഫ്രീക്കിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? അതേ മോനെ കയറി വന്നടിച്ചിരിക്കുന്നു. പക്ഷേ കയറി വന്ന ഫോറസ്റ്റിനെ അടിച്ച് പെട്ടിയാക്കിയിരിക്കുന്നു മോനെ. അവിടെ തിരിച്ചു വരുന്നു. അടുത്തടി മോനെ പൊളി. സൈക്കോ DX ഇത് നോക്കൂ. ഫോളോ ചെയ്യാൻ തേണ്ടേ. 47 DX അങ്ങനെ അടുത്ത കീഴിലെടുത്തിട്ടുണ്ട് മോനെ. 47 DXനെ മോനെ സ്പാട്ട JK പിന്നീന്ന് അടിക്കാനുള്ള ശ്രമം. സ്പാട്ട JK എന്ത് ചെയ്യും? റെവ് എടുക്കയിലൊന്നും കണ്ടറിയാം. ബ്ലൈൻഡ് വാറിൻ്റെ കണ്ടുണ്ട് മോനെ. ചാടി പൊള്ളി. DXൻ്റെ പിള്ളേർ വൈപ്പ് തന്നെ. സ്പാട്ടയുടെ പിള്ളേർ മോനെ കിടക്കാച്ചിട്ട് പുഷ് ചെയ്താണ് DXൻ്റെ പിള്ളേർ. പക്ഷേ അങ്ങനെ പിടിച്ചിക്കാൻ പറ്റില്ല. അവരെ സ്പാട്ട പീക്കാൻ നഷ്ടപ്പെട്ടു. പക്ഷേ DXന് മൊത്തത്തിൽ വൈപ്പ് ചെയ്തിരിക്കുന്നു. റീപ്പറിനെ അടിക്കാം. റീപ്പറോ ടിപ്പെക്സ് ഓൾറെഡി പെട്ടിയായി ബ്രോ. ഏബിൾ കൊരിയാണ്. ടിപ്പെക്സ് അവിടെ പെട്ടിയായിട്ട് എടുക്കണം. ഇന്ന് ചിക്കനൊന്നുമില്ല. എൻ്റെ ബോട്ടുണ്ണി അവിടെ ഉണ്ട് മോനെ. തിയോസിൻ്റെ പിള്ളേർ അവിടെ അടി പറയുന്നുണ്ട്. ആരാണ്? RDXനാണ് അടിക്കുന്നത്. RDXന് അടിക്കുന്നുണ്ട്. RDX എന്തായി? RDX പെട്ടിയാ. നമുക്ക് വനത്തിൻ്റെ അടുത്ത് വനം. അയ്യോ വനത്തിൻ്റെ പിള്ളേർ കാണില്ലല്ലോ, പോയാ ചേടാ. 2 സ്ക്വാഡ് വൈപ്പ് മിസ് നൈസായിട്ട്. CAD പിള്ളേർ അവിടെ നമ്മുടെ TSൻ്റെ പിള്ളേർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. BSDക്ക് LMXന് അടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. BSQ LMX ആയിട്ട് ചെറിയ ഫൈറ്റ് എടുക്കുന്നത്. സ്നൈപ്പിംഗ് ആണ്. LMXൻ്റെ പിള്ളേർ അവിടെ ഉണ്ട്. LMXൻ്റെ പിള്ളേർ വണ്ടി എടുത്ത് പോകേണ്ടത്. അത് BSDQ ABD അതോ നൈസർ ഗണ്ണൊക്കെ എടുത്ത് അടിക്കാൻ പോകുന്നത്. LMX ഗോസ്റ്റ് അടിക്കാൻ പോകുന്നു. ഏബിൾ ശശിയായി സത്യം മോനെ. അവിടെ ആരൊക്കെ നോക്കായിട്ട് എടുക്കുന്നില്ല. LMX നേട് നോക്കാണ്. പക്ഷേ LMX നേടിന് റെവ് എടുത്തോണ്ടിരിക്കുകയാണ് മോനെ. ഗോസ്റ്റ് അത് വണ്ടിയൊക്കെ ഓടിച്ച് വന്നിരിക്കുകയാണ്. ടിപ്പെക്സ് പെട്ടി ബ്രോ മോനെ. BSDക്ക് പിള്ളേർ അത് വണ്ടി കിടക്കും. പുള്ളി 4 പേരും വണ്ടി എടുത്ത് അവർ സോണിക്ക് പോവാണ്. അത് സോണിക്ക് മോനോട് ചെറിയ അടി എടുക്കുന്നുണ്ട്. എററിൻ്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. എററിൻ്റെ പിള്ളേർ ആരും അടിക്കാൻ നോക്കുന്നുണ്ട്. എററിൻ്റെ പിള്ളേർ എക്സോഡസിൻ്റെ പിള്ളേർ അടിക്കാൻ നോക്കുന്നു മോനെ. M16 വെച്ചിട്ട് അടിക്കാനുള്ള ശ്രമം. പക്ഷേ ഒരു ബുള്ളറ്റ് പോലും കൊണ്ടില്ല എന്നാണ് ഏറ്റവും വലിയ കോമഡി. പുള്ളി അവിടെ പിന്നെ അടിക്കുന്നുണ്ട്. പുള്ളി അടിച്ചിട്ടോ ഇല്ലയോ? ഇവരെ കാർ എടുത്തിരിക്കുന്നു. ടോപ്പ് OP മോനെ. അത് ടോപ്പ് OPയാണ്. ടോപ്പ് DXന് അത് കഴിഞ്ഞ ടോപ്പ് സ്കോററിനെയാണ് അടിച്ച് വെട്ടിയാക്കിയിരിക്കുന്നത്. ടോപ്പ് ആവല്ലേ. ടോപ്പ് TSനാണ് അടിച്ചത്. സ്പാട്ടർ പിള്ളേരാണ് മറ്റൊരു അടിച്ചത്. ആൾ മാറിപ്പോയി, ക്ഷമിക്കണം. ആൾ മാറിപ്പോയിട്ടുണ്ട് ചെറുതായിട്ട്. ആൻറ്റിൻ്റെ പിള്ളേരത് ചെറുതായി വണ്ടിയൊക്കെ എടുത്ത് വരുന്നുണ്ട്. ആൻറ്റിൻ്റെ പിള്ളേർ എങ്ങോട്ടാണ് പോകുന്നത്? അവരെങ്ങോട്ടോ പോവുകയാണ്. വേറെ എവിടേക്ക്? സ്പാട്ടർ പിള്ളേർ ഇപ്പോഴും സോണിന് പുറത്താണ്. സോണിൽ കിടക്കുകയാണ്. അവരെന്ത് പറ്റി? നെറ്റ് പോയതാണോ? അത് സ്പാട്ടർ പിള്ളേർ കയറി എത്തണം. മഴതോ നാണമായിട്ടാണോ എന്നറിയില്ല. അത് പിന്നിൽ 2 വണ്ടിയിലായി നമ്മുടെ ആൻറ്റിൻ്റെ പിള്ളേർ അത് പോകുന്നു. ഫുൾ സെറ്റായിട്ട് പോകുന്നുണ്ട്. ആരെങ്കിലും കണ്ടാൽ വഴി വിളിച്ചടിക്കാനാണോ അറിയില്ല. അത് ആൾക്കാരെ തപ്പിയുള്ള ഇറക്കമാണോ അറിയില്ല. അവരത് വീട് കണ്ട് നിർത്തുന്നു. അപ്പോൾ വരുന്ന ഇവിടെ TPP ആയിരിക്കും മിക്കവാറും മോനെ. ഇവിടെ ചെറിയ അടി. TSൻ്റെ പിള്ളേർ അടി തുടങ്ങിയിരിക്കുന്നു. TSൻ്റെ പിള്ളേർ ആരായിട്ടാണ്? CAD പിള്ളേർ അഫ്സൽ മോനെ. അവിടെ ജെയിംസ് സാറിന് അവിടെ തീർന്നിട്ടുണ്ട് മോനെ. അഫ്സൽ അങ്ങനെ CAD പിള്ളേരെയും തീർത്ത് വിട്ടു നൈസായിട്ട്.
അങ്ങനെ C8 പിള്ളേരിൻ്റെ തീർത്തിട്ടിരിക്കുന്നു നമ്മുടെ TSSൻ്റെ പിള്ളേർ. ടീം ഗിൽ 5 കൂടി TSSൻ്റെ പിള്ളേരോട് സെറ്റാണ്. 3 പേര് വന്നിട്ടുള്ളൂ. പക്ഷേ 3 പേരും കട്ടയ്ക്കാണ് നിൽക്കുന്നത്. കഴിഞ്ഞവണ അവർക്ക് നഷ്ടപ്പെട്ട ഒരു പ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. അത് ഇവിടെ ആരാണ് വരുന്നത്? ആരോ വരുന്നുണ്ട്. BCയുടെ പിള്ളേർ അതാ വരുന്നു. BCയുടെ പിള്ളേർ എങ്ങോട്ടോ പോകുന്നുണ്ട്. അവരെങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അവിടെ നമ്മുടെ TSSൻ്റെ പിള്ളേർ അവർ അടിച്ചിടില്ല. നമുക്ക് കണ്ടറിയാം. TSSൻ്റെ പിള്ളേർ എന്തായാലും സ്പോട്ട് ചെയ്ത് കാണും. അത് കാണുന്നില്ല ഒന്നും. പക്ഷേ അവർ കാണാത്തണത് അടിക്കാത്തണല്ല. അവർ നോക്കിയിരിക്കുന്നുണ്ട്. അടിച്ചിടാനുള്ള ശ്രമം നടത്തിയില്ല. വേറെ എവിടെയാണ് നോക്കുന്നത്? വേറെ എക്സോഡസ് ഡെഡിൻ്റെ പിള്ളേർ എന്താണ് നടക്കുന്നത്? ഡെഡിൻ്റെ പിള്ളേർ ഇവിടെ ഒന്നും ചെയ്യാതെ പാത്തും പതുങ്ങിയും അത് ഷാഡോ ഓപ്പറേഷൻ നടത്തുന്നു. ഡെഡിൻ്റെ പിള്ളേർ കാശി പിള്ളേർ ഇവിടെ ഡബിൾ ടീം സെറ്റ് അടിക്കുന്നത്. വണ്ടി കിടക്കുന്ന മോനായേ. ഇവിടെ ചെറിയൊരു അടി എടുക്കുന്നുണ്ട് ലോർഡ് സ്റ്റാർസിൻ്റെ അവിടെ. നോക്കാം. സ്കള്ളോപ്പില്ല കളിക്കാൻ. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ഒന്നുമില്ലല്ലോ. ടോപ്പിൻ്റെ പിള്ളേർ 2 വണ്ടിയിലൊക്കെ വരുന്നത്. ചെറിയൊരു അടി നടക്കുന്നു ഞാൻ വിചാരിക്കാം. ടോപ്പിൻ്റെ പിള്ളേർ തൊട്ടപ്പുറത്ത് നമ്മുടെ ആൻറ്റിൻ്റെ പിള്ളേരുണ്ട്. ആൻറ്റിൻ്റെ പിള്ളേർ കണ്ടിട്ടില്ല. ആൻറ്റിൻ്റെ പിള്ളേർ സ്പോട്ട് ചെയ്തില്ല. അതുകൊണ്ടായിരിക്കും കാണാത്ത മോനെ. ഇനി ലൂസിഫറിൻ്റെ പിള്ളേരുണ്ട്. വേറെ എവിടെയാണ് അടി നടക്കാത്തത്? എവിടെയും അടി നടക്കുന്നില്ല. ടൈറ്റൻസ് ഒരു ഹൈ തരുമോ? നമുക്ക് നോക്കാം. വേറൊന്നും കാണുന്നില്ല. അടി നടക്കില്ല. നമ്മുടെ ടോപ്പിൻ്റെ ഉള്ളിൽ ചുമ്മാ വണ്ടിയൊക്കെ എടുക്കുന്ന ചുമ്മാ കറങ്ങി എടുക്കുന്നുണ്ട്. ആൾക്കാരെ അന്വേഷിച്ചുകൊണ്ടതല്ല. സോണിലേക്ക് പോകുന്നതാണ്. സോണിക്ക് ഇപ്പം എന്തായാലും കയറും. ടോപ്പിൻ്റെ ഉള്ളിൽ സഹൽ ബ്രോട്ടോ. ടോപ്പിൻ്റെ ഉള്ളിൽ ആരെ കാണിക്കാൻ പറഞ്ഞേ? എററിൻ്റെ പിള്ളേർ ഇപ്പം കാണിക്കാം. ടീം വീറ്റൊന്നും ഇല്ലല്ലോ എൻ്റെ അറിയില്ല. ഇല്ല വീറ്റില്ല. വീടിൻ്റെ പിള്ളേരില്ല. നമുക്ക് എററിൻ്റെ പിള്ളേർ ഇവിടെ എവിടെയോ നടക്കുന്നുണ്ട്. എസ്9 പക്ഷേ വേറെ ടീമുണ്ട്. അവരെന്താ അടിക്കാതെ എനിക്കറിയില്ല. എന്താണ് മോനെ? നമ്മുടെ കോമിക്കിൻ്റെ പിള്ളേരുണ്ട്. കോമിക്കിൻ്റെ പിള്ളേർ 2 ബിൽഡിങ്ങിലായിട്ട് നിൽക്കുന്നുണ്ട്. പണിയിടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ റാപ്റ്റർ ESP എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. അത് ഒരു വണ്ടി ചവിട്ടി നിർത്തിയിരിക്കുന്നു. ആരെങ്കിലും സ്പോട്ട് ചെയ്തതാണോ? അല്ല, അത് നമ്മുടെ കോമിക്കിൻ്റെ കോഡ് ഫിഷ് അടിച്ചിടാനുള്ള ശ്രമം. പക്ഷേ നടന്നില്ല. മോൻ എററിൻ്റെ പിള്ളേർക്ക് പണി പാളിന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അവർ തിരിച്ചിടും. അത് വണ്ടിയുടെ ടയർ പൊട്ടിക്കാനുള്ള ശ്രമമാണ് കോമിക് കോഡ് ഫിഷ്. പക്ഷേ ടയർ പൊട്ടുന്നില്ല. കുറേ നേരം അടിച്ച് മോനെ ടയർ പൊട്ടിച്ചിരിക്കുന്നു. പക്ഷേ അവിടെ അടിവരാണെങ്കിൽ പുള്ളി കാണില്ലായിരുന്നു. കാരണം പുള്ളി സ്കോപ്പണൊക്കെ അടിക്കായിരുന്നു. ടോപ്പിൻ്റെ പിള്ളേർ അപ്പുറത്തുണ്ട്. ടോപ്പിൻ്റെ പിള്ളേർ ഇപ്പോൾ കാണിക്കുക. എററിൻ്റെ പിള്ളേരോട് ജസ്റ്റ് ചില്ലായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്ത് പറ്റി മക്കളെ? കയറടിക്കുന്നില്ലേ? പക്ഷേ കോമിക്കിൻ്റെ ബാക്കിയുള്ളവർ വേറെ സ്ഥലത്ത് മോനെ BSDൻ്റെ പിള്ളേർ അവിടെ അടിക്കുന്നുണ്ട്. നമ്മുടെ ഓൾ സ്റ്റാർസിൻ്റെ പിള്ളേർ ബോസ്കോൻ്റെ പിള്ളേർ 2 പേര് നോക്കാണ്. മോനെ ഷാജി ഏട്ടൻ അതാ വരുന്നു. ABD. പക്ഷേ ഓൾറെഡി 2 പേര് നോക്ക് ചെയ്തുകൊണ്ട് അതാ പുള്ളി അത് ഇപ്പോഴാണ് റീലോഡ് ചെയ്ത് അടിക്കാൻ ശ്രമമാണ്. അവിടെ തിരിച്ച് നൈസായിട്ട് എല്ലാവരും ബെട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓൾ സ്റ്റാർസിൻ്റെ പിള്ളേർ ഉള്ളവരെല്ലാവരും ബെട്ടിയാക്കി വിട്ടേക്കാണ്. മോനെ ഡെഡിൻ്റെ പിള്ളേർ അവിടെ അടിക്കുന്നുണ്ട്. തിയോസിൻ്റെ പിള്ളേർ കാശിന് അങ്ങനെ പെട്ടിയാക്കിയിട്ടുണ്ട്. സ്റ്റീവിനെ അടിച്ചിട്ടുണ്ട് മോനെ. എന്താണ് ഡെഡിൻ്റെ പിള്ളേർ? ഡെഡ് പൂളോ തീർന്ന? അങ്ങനെ ഡെഡിൻ്റെ പിള്ളേർ വൈപ്പ് ചെയ്ത് ഞാൻ അവിടെ പോകുമ്പോഴേക്കും ഡെഡിൻ്റെ പിള്ളേർ നമ്മുടെ തിയോസിൻ്റെ പിള്ളേർ വൈപ്പ് ചെയ്തിട്ടുണ്ട്. മോനെ ടോപ്പിൻ്റെ പിള്ളേരോട് അടി പറഞ്ഞു. ടോപ്പിൻ്റെ പിള്ളേർ ടോപ്പ് അത് സ്പാർട്ട കേടിന് അടിച്ചിരിക്കുന്നു. സ്പാർട്ടർ പിള്ളേർ അടിച്ചിട്ടുണ്ട്. DX അടിച്ച സ്പാർട്ടനെ ടോപ്പിൻ്റെ പിള്ളേർ അടിക്കുന്ന സ്പാർട്ട കേടി അവിടെ മെഡ് അടിക്കേണ്ട 2 പേര് തീർന്നിരിക്കുന്നു. മോനെ നോക്ക് വരുമ്പോൾ അപ്പം തന്നെ തീർത്തിട്ടുള്ളതാണ് നമ്മുടെ ടോപ്പിൻ്റെ പിള്ളേർ. അടുത്തടി ടോപ്പ് വേനം എന്ത് ചെയ്യും? ടോപ്പ് വേനത്തിന് കിടക്കാച്ച് വ്യൂ ഉണ്ട്. പക്ഷേ പുള്ളി അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ല നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. മോനെ അടുത്തടി അത് ഇവിടെ ഇല്ലല്ലോ. ഇവിടെ അടിക്കുന്നുണ്ട്. DP വെച്ച് പുള്ളി കുറേ നേരം അടിച്ചതാണ്. പക്ഷെ ഒന്നും കൊണ്ടില്ല. അവിടേക്കൊന്നും പോയില്ല. പക്ഷേ പിന്നിൽ നമ്മുടെ ആൻറ്റിൻ്റെ പിള്ളേരുണ്ട്. മോനെ ഫ്രീക്കിൻ്റെ പിള്ളേർ അത് അടിച്ചു. വെനത്തിന് അടിക്കാനുള്ള ശ്രമം. വെനത്തിൻ്റെ മോനെ ടോപ്പ് വൈപ്പർ അത് സ്മോക്ക് ഇട്ട് അടിച്ചു. പക്ഷേ 2-3 ബുള്ളറ്റ് കൊണ്ട്. പക്ഷേ പുള്ളി അതിലൊന്നും വേണ്ടില്ല. പുള്ളി അത് തിരിച്ചു. മോനെ ഫ്രീക്ക് അത് ടോപ്പ് വൈപ്പറിന് അടിക്കാൻ പോവുകയാണ്. ടോപ്പ് വൈപ്പറിന് ഒറ്റയ്ക്ക് അടിക്കാൻ ഫ്രീക്ക് പോകുന്നു. ടോപ്പ് വൈപ്പർ വേഴ്സസ് ഫ്രീക്ക് ആര് കണ്ട് നല്ല വണ്ടി എടുക്കാൻ ഓടിയാണ്. അവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ലൂസിഫറിന് എഴുതി പോകാം വണ്ടി. ലൂസിഫറിന് എഴുതി പോകാം. ഇസഡാർ ഇവിടെ എവിടെയുണ്ട്? ഇസഡാറിന് എന്തായാലും സ്പെക്ക് ചെയ്യാം. ഒരു മിനിറ്റ്. ഇതേ പിള്ളേർ ഇപ്പോൾ പോയി. പിള്ളേരോട് എസ്കേപ്പ് ആയതാണ് കണ്ടത്. സോ നമുക്ക് ലൂസിഫറിന് എഴുതി പോകാം. ലൂസിഫറിൻ്റെ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്. ലൂസിഫറിന് ആരാണ് അടിച്ചത്? ലൂസിഫർ മോനെ എല്ലാ മാക്സിൻ്റെ പിള്ളേർ തൊട്ടപ്പുറത്ത് വീടുന്നത്. ഇതേ ലൂസിഫർ ഞാൻ സ്പെക്ക് ചെയ്യുന്നുണ്ട്. ലൂസിഫറിന് അടിക്കാൻ വേണ്ടി മോനെ എല്ലാ മാക്സിൻ്റെ പിള്ളേരോട് ഫുൾ സെറ്റ് അടിക്കുന്നു. ലൂസിഫർ ബീസ്റ്റ് അവിടെ ബ്രൂസ് വീണു. പക്ഷേ ബീസ്റ്റ് അവിടെ ജസ്റ്റ് മിസ്. പുള്ളിനെ റെവ് എടുത്താണോ അറിയില്ല. റെവ് എടുത്തായിരിക്കാം. പുള്ളി അപ്പോൾ മെഡൊക്കെ അടിച്ച് ഫുൾ സെറ്റ് ആകുന്നുണ്ട്. പുള്ളി DP ഒക്കെ സെറ്റ് ഡ്രിങ്കൊക്കെ അടിക്കുന്നുണ്ട്. എല്ലാ മാക്സിൻ്റെ പിള്ളേർ അടിക്കാൻ വേണ്ടി ലൂസിഫറിൻ്റെ പിള്ളേർക്ക് ഇന്നലെ ഡിന്നർ അടിച്ച ലൂസിഫറിൻ്റെ ടീമാണ് ഓടിക്കുന്നത്. പക്ഷേ സ്പാർട്ടർ പിള്ളേർ കറങ്ങി അടിച്ചിരുന്നു. കേസിന് പുതിയ സ്നേഹം. ഏതാ പിള്ളേർ അത് കറങ്ങി വരുന്ന മോനെ? ലൂസിഫറിൻ്റെ പിള്ളേർ അത് സ്പാർട്ടർ പിള്ളേരെ കണ്ടിരിക്കുന്നു. അതില്ല സ്പെക്ക് ചെയ്തില്ല. മോനെ LMX പിള്ളേരോട് ആരും അടിക്കാനുള്ള ശ്രമമാണ് നടത്തി. പക്ഷേ ഒന്നും നടന്നില്ല. ഇവരിനി എന്ത് ചെയ്യുന്നത് കണ്ട് LMX വേനം ലൂസിഫർ വനത്തിനാണ് അവർ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. ലൂസിഫർ വനം സ്നൈപ്പ് ചെയ്യാൻ വേണ്ടി M24 എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഒരു തല കാണാനല്ല. മോൻ അപ്പോഴേക്കും അടി വന്നിരിക്കുന്നു. അപ്പോഴേക്കും സ്പ്രേ അടിച്ചു. പക്ഷേ നേടിന് സുഖമായിട്ട് അടിക്കുക. നേടിപ്പടിക്കുക. നേടടിച്ച് നോക്കാക്കി ജസ്റ്റ്
മോനെ ജസ്റ്റ് മിസ് ആ തലപ്പം കുനിച്ചുകൊണ്ട് മാത്രം നേടിൻ്റെ അടിയിട്ട് രക്ഷപ്പെട്ടിരുന്നു. നേടത് തിരിച്ച് മോനെ നേടടിച്ച് നോക്കാക്കി. നേടിൻ്റെ കിടുക്കാച്ചി സ്പ്രേയിൽ വെനം വീണ്ടുണ്ട്. മോനെ വെനത്തിന് എഴുതിയതാ എറർ 404 എന്തായാലും ചോദിക്കുന്നുണ്ട്. എറർ 404 ഇവിടെ ഉണ്ട്. പിള്ളേർ ഓക്കെയാണ്, പിള്ളേർ ഡബിൾ ഓക്കെയാണ്. മോനെ അപ്പുറത്തോടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. മോനെ LMXൻ്റെ പിള്ളേരത് മോൻ ലൂസിഫറിൻ്റെ പിള്ളേർക്ക് സ്പ്രേ. മോനെ അടുത്തൊരു LMX ഗോസ്റ്റിന് അടിക്കാൻ ശ്രമം ലൂസിഫർ സൈക്കോ, പക്ഷേ പുള്ളിയുടെ അടി ജസ്റ്റ് മിസ്സാണ്. BCയുടെ പിള്ളേർ അത് പ്ലേ സോണിൽ വീഴുന്ന കാണിച്ചാണ്. LMX ബീർ സൈക്കോനെ അടിച്ചിട്ടിരിക്കുന്നു വേറെ ലെവൽ. ഇനി ആരാണുള്ളത്? LMXൻ്റെ പിള്ളേർ മൊത്തം ലൂസിഫറിൻ്റെ പിള്ളേരെ മൊത്തം തീർത്ത് വിട്ടേക്കാണ്. അവർ മൊത്തം വെട്ടിയായിട്ടുണ്ട് ഉടൻ തന്നെ. അവിടെ നിന്ന് അടുത്തടി ഓൾ സ്റ്റാർസ്. മോനെ അടുത്തടി കാറിൽ നിന്നുള്ള അടി ആരാണ് അടിക്കുന്നത്? കാറിൽ നിന്ന് അടിക്കുന്നു. ആരാണ് അടിക്കുന്നത്? മോനെ സ്പാർട്ടൻ്റെ പിള്ളേർ നമ്മുടെ കോമിക്കിൻ്റെ പിള്ളേർ അടിക്കാനുള്ള ശ്രമമാണ്, പക്ഷെ ഒന്നും നടന്നില്ല. മുമ്പിൽ ആൻഡിൻ്റെ പിള്ളേർ പോകുന്നുണ്ട്. ആൻഡിൻ്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. ആൻഡിൻ്റെ പിള്ളേർ അത് വണ്ടിയും ചാടിയിരുന്നത് അവർ കണ്ടില്ല, നിർത്തിയില്ല. അത് വണ്ടി പുള്ളി ചാടി അറിഞ്ഞോടേക്ക് നിർത്തിയിട്ടുണ്ട്. ആൻഡിൻ്റെ പിള്ളേർ അത് ചാടി അത് വണ്ടിയിലേക്ക് കയറുന്നു. അപ്പോഴേക്കും പണി കിട്ടി. വണ്ടി ആരോ അടിക്കുന്നു. മോനെ പിന്നിൽ നിന്ന് നമ്മുടെ പിള്ളേർ അടിക്കുന്നുണ്ട്. പ്ലേ സോണിൽ BSൻ്റെ പിള്ളേർ വീഴുകയാണ്. ഓരോരുത്തരെ വീഴുകയാണ് കാണാൻ പറ്റും. ബോസ്കോൻ്റെ പിള്ളേർ അവിടെ നിന്ന് വീഴുന്നുണ്ട്. മോനെ അങ്ങ് ദൂരെ നിന്ന് അടിക്കുന്നുണ്ട്. ആരാ? കോമിക്കിൻ്റെ പിള്ളേർ ദൂരെ നിന്ന് അവിടെ പുല്ല് കാണാൻ പറ്റും. അവർക്കറിയില്ല എന്ന് തോന്നുന്നത്. അത് പുല്ല് കാണുന്നില്ല, അതുകൊണ്ട് സുഖമായിട്ട് എല്ലാവരും. ഓൾ സ്റ്റാർസിൻ്റെ പിള്ളേർ അത് ചാടിച്ചടി വെള്ളം അത് ചാടി നടക്കുകയാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് നമ്മുടെ തിയോസിൻ്റെ പിള്ളേർ കയറി വന്നിട്ട് തിയോസിൻ്റെ പിള്ളേർ ഇവിടെ നൈസായിട്ട് കയറി വന്നിട്ട് തിയോസിൻ്റെ പിള്ളേർ എന്ത് ചെയ്യും? തിയോസിൻ്റെ പിള്ളേർ കയറി വന്നത് കോമിക്കിൻ്റെ പിള്ളേർ അറിഞ്ഞോ ഇല്ലെന്ന് അറിയില്ല. തിയോസിൻ്റെ 2 പേര് ഓൾറെഡി തീർന്നുണ്ട്. പക്ഷേ താനോസ് ഹോസ്റ്റലിൽ അതിലുണ്ടോ? നമുക്ക് നോക്കാം ആരൊക്കെയുണ്ട്. അത് നേടുകളത് എറിയുന്നു, കുക്ക് ചെയ്യുന്നു. മോർഫീസിൻ്റെ അവിടേക്ക് ഒരു നേടി ഓൾ സ്റ്റാർസിൻ്റെ പ്ലെയർ ഡയറക്ഷൻ്റെ പ്ലെയർ അടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ നേടിയിൽ ആരെങ്കിലും നോക്ക് ചെയ്ത് നമുക്ക് പോകാം. ഇല്ല, നോക്കയില്ല. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ എഴുതി. ഡയറക്ഷൻ അവിടെ നോക്ക് വേണ്ടിയിട്ടുണ്ട്. ഡയറക്സ് ആണ് വാറുണ്ണി വീണിരിക്കുന്നത്. ഡയറക്സ് വാറിനെ എഴുതിയിട്ടുണ്ട്. നൈസായിട്ട് റബ്ബ് എടുക്കൽ നമുക്ക് കണ്ടറിയാം. അതേ ഓൾ സ്റ്റാർസിൻ്റെ പിള്ളേരാണ്. ഫ്രീക്ക് എല്ലാ സ്പാർട്ടർ പിള്ളേരാണ് അടിക്കുന്നത്. സ്പാർട്ടർ ഫ്രീക്ക് ഉണ്ട്. 2 പേര് മാത്രമേ ഉള്ളൂ. അവിടെ 2 വേഴ്സസ്. അവിടെ ഓൾറെഡി കുറേ നോക്കൾ വീണിരിക്കുന്നു. നോക്കൾ ചന്നം ഭിന്നം വീഴുന്നു. എന്താണ് ഉണ്ടാകുന്നത് നമുക്ക് കണ്ടറിയാം. അതേ 2 പേര് നോക്കാണ്. അല്ല വാറിനെ നോക്കേ മനേസ് ഫ്രീക്ക് നെയ്ഡ് വന്നിരിക്കുന്നു. ഡയറക്സ് 2 ഫേസ് നെയ്ഡ്. എന്താണ് ആ നെയ്ഡിൽ ചാടി വീണ് പൊട്ടിയിരിക്കുന്നു. അങ്ങനെ തീർന്നിരിക്കുന്നു. 2 ഫേസ് അവിടെ പെട്ടിയായിട്ടുണ്ട്. ഇനി ആകെ 2 പേർ മാത്രം. ആർദറും 2 പേർ അല്ല വാർദറും വീണ് എടുക്കുകയാണ്. ഇനി വാറുണ്ണി എവിടെയാണെന്ന് അറിയില്ല. വാറുണ്ണി എവിടെയുണ്ട്? ഇവിടെയാണ്. ഇവിടെ നല്ല കൂട്ടപ്പൊരിച്ചിലാണ്. തൃശ്ശൂർ പൂരം ഇവിടെയാണ് മക്കളെ. തൃശ്ശൂർ പൂരം ഇല്ലെങ്കിൽ ഇവിടെ തൃശ്ശൂർ പൂരം നടക്കുകയാണ്. പിള്ളേരോട് അച്ഛനും ചാന്നം മീനും. അതേ BC ഓൾ സ്റ്റാറിൻ്റെ പിള്ളേരെ പിന്നിൽ നിന്ന് അടിക്കുന്നതോടെ BCയുടെ പിള്ളേർ ബോസ്കോൻ്റെ പിള്ളേർ. പക്ഷേ ഇവിടെ അടുത്തടി ഇവിടെ ഒരു സ്ഥലത്ത് ഒരു അടി നടക്കുമ്പോൾ അതൊക്കെ വണ്ടി കൊണ്ട് ഇടിച്ചു തരാം. അവിടെ വേറെ പിള്ളേർ ശ്രമം. മോനെ വേറെ അതേ വിഷയമാണ്. ഓൾ സ്റ്റാർസിൻ്റെ പിള്ളേർ കില്ല് കൺഫേം ചെയ്ത് നോക്കിയത് മണ്ടത്തരം കാണിച്ചത്. അത് വണ്ടി നിർത്തി. ഓൾ സ്റ്റാർസിൻ്റെ സ്നൈപ്പർ കൂടെ ആ കില്ല് അവൻ അടിച്ചിരിക്കുന്നു. വേറെ ലെവല്. അപ്പുറത്തെ എററിൻ്റെ പിള്ളേർ അത് വണ്ടിയൊക്കെ എടുത്ത് വരുന്നുണ്ട്. എന്താണ് ഇവിടെ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടിയാണ് മോനെ എററിൻ്റെ പിള്ളേർ കയറി വരുന്നുണ്ട്. മോൻ അവിടെ നിന്ന് അടുത്ത അടി വിഷയടിയാണ്. ഡയറക്ഷൻ്റെ പിള്ളേരാന്ന് തോന്നുന്നത് ചാടി കടിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. എല്ലാം കിക്ക് ചെയ്യാതെ നൈസായിട്ട് എററിൻ്റെ പിള്ളേർ അടിക്കുന്നു. ഡയറക്ഷൻ്റെ പിള്ളേർ വാറുണ്ണി അടുത്തൊരു കില്ലടിച്ചിരിക്കുന്നു. തീർന്ന എററിൻ്റെ പിള്ളേർ സ്പാട്ട ഇവിടെ ഒറ്റയ്ക്കാണ്. മോനെ അവിടെയാണ് എല്ലാവരും. മോനെ എക്സോഡസിൻ്റെ പിള്ളേർ അടിക്കുന്നു. ഇവിടെ എന്തൊക്കെയോ അടിക്കുന്നുണ്ട്. മോനെ ഇവിടെ ചെറിയ വിഷയം നടക്കുന്നുണ്ട്. കാരണം സ്പാട്ടൻ്റെ പിള്ളേർ ഇവിടെ നോക്കിക്കാണ് അടിക്കാൻ വേണ്ടിയിട്ട്. ടോപ്പിൻ്റെ പിള്ളേർ ഇവിടെ എവിടെയോ ഉണ്ടല്ലോ. ടോപ്പിൻ്റെ വൈപ്പായോ? ടോപ്പിൻ്റെ ഇവിടെ നൈസായിട്ട് വൈപ്പായിട്ടുണ്ട്. വൈപ്പായി തോന്നുന്നുണ്ട് ബ്രോ. അത് ബ്ലാക്ക് ഔട്ട്. എക്സോഡസ് ബ്ലാക്ക് ഔട്ട്. സ്നൈപ്പർ കൂടെ അവിടെ നെയ്ഡ് എറിഞ്ഞിരിക്കുന്നു. കുക്ക് ചെയ്ത് നെയ്ഡാണ്. പക്ഷേ ബ്ലാക്ക് ഔട്ട് ജസ്റ്റ് മിസ്. 1 HP ആണ്. അവിടെ കിടക്കണ മോനെ എക്സോഡസിൻ്റെ പിള്ളേർ മൊത്തത്തിൽ വൈപ്പ്. നമ്മുടെ ഓൾ സ്റ്റാർ സ്നൈപ്പർ ഗോഡ് പുള്ളിയുടെ നെയ്ഡിൽ നൈസായിട്ട് തീർന്നുണ്ട്. പക്ഷേ തൊട്ടപ്പുറത്ത് ആരും ഉണ്ടല്ലോ. തൊട്ടപ്പുറത്ത് സിഡാറക്സിൻ്റെ പിള്ളേരുണ്ട്. ഇനി വെറും 11 26 ഈ ചെറിയ സർക്കിൾ മക്കളെ. ഇത് വിഷയമാണ്. എവിടെ അടി നടക്കണം? എവിടെ ഒരു അടി നടക്കുന്നുണ്ട്? എററിൻ്റെ പിള്ളേരാണോ? എവിടെ ഒരു ചെറിയൊരു അടി നടക്കുന്നുണ്ട്. 15 ടീം നമ്പർ 15 നമ്മുടെ TSൻ്റെ പിള്ളേരാണ്. ആരും അടിക്കുന്നുണ്ട്? LMXനാണ് അടിക്കുന്നത്. LMXൻ്റെ പിള്ളേർ ആരും അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ആരാണ് അടിക്കുന്നത്? എവിടെ നിന്നൊക്കെ അടി വരുന്നുണ്ട്? ടീം നമ്പർ 4 അത് തിയോസിൻ്റെ പിള്ളേരാണ്. മോനെ തിയോസിൻ്റെ പിള്ളേർ അവിടെ നിന്ന് LMXൻ്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. ഗോസ്റ്റ് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. അവർ പിന്നിലേക്ക് തിരിഞ്ഞു പോകുന്നത് കാരണം എവിടെ വേണമെങ്കിലും ആൾക്കാരുണ്ടാവുന്നതാണ് നമുക്ക് അറിയാവുന്നത്. സോണിലേക്ക് കയറുന്നു. പക്ഷേ തൊട്ട് പിന്നിൽ തന്നെ ആൻഡിൻ്റെ പിള്ളേർ മുമ്പിൽ ആൻഡിൻ്റെ പിള്ളേരും പിന്നിൽ ആരാണുള്ളത്? പിന്നിൽ ഏതാ സ്ക്വാഡ്? നമ്മുടെ കോമിക്കിൻ്റെ പിള്ളേരുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ സ്പാർട്ടർ പിള്ളേരെ ഓൾ സ്റ്റാർസിന് അടിക്കുന്നുണ്ട്. ഓൾ സ്റ്റാർസ് സത്യം ഇവിടെ പടക്കല്ല വേറെന്തോ ഗർഭം കലിക്കാണ് പൊട്ടിച്ചിരിക്കുന്നത്. നല്ല ലെവൽ. മോനെ സ്നൈപ്പിംഗ് നമ്മുടെ സ്വന്തം ആരാണ്? തിയോസിൻ്റെ സ്നൈപ്പിംഗ് പക്ഷെ നടന്നില്ല. ഓൾ സ്റ്റാറിൻ്റെ പിള്ളേർ അവിടെ. ഓൾ സ്റ്റാറിൻ്റെ പിള്ളേർ എവിടെയാണ് നിൽക്കുന്നത്? എനിക്ക് കാണുന്നില്ല. അയ്യോ പണിപ്പാളിയ. ആൻഡിൻ്റെ പിള്ളേർ ഇവിടെ ബാൻഡേജ് അടിക്കണം. മച്ചാന്മാരോട് നൈസായിട്ട്. എറർ
എററിന് എഴുതി പോകാം. ചേട്ടാ ഇത് ഇവർ എവിടെ ആരും അടിക്കാൻ പറ്റുന്ന എനിക്ക് മനസ്സിലാവുള്ളൂ. ഓൾ സ്റ്റാറിൻ്റെ പിള്ളേരോട് നൈസായിട്ട് സോണിൽ വീഴുന്നുണ്ട്. കാരണം ഈ സോൺ പ്രശ്നമെടുത്ത പ്ലേ സോണിൽ വീഴുന്നു. ASG മാക്സിൽ സോണിൽ വീണിട്ടുണ്ട്. ഓനതോ ആൻറ്റിൻ്റെ പിള്ളേർ അടുത്തേക്ക് പുഷ് ചെയ്യും. നമ്മുടെ തിയോസിൻ്റെ പിള്ളേർ ആൻറ്റിൻ്റെ പിള്ളേർ എന്ത് ചെയ്യുന്നു? സോൺ വന്നിരിക്കുന്നത്. സോൺ പ്രശ്നമാണ്, വിഷയമാണ്. സോൺ വിഷയമാണ്. അത് ഹെൽത്ത് പോകുന്നു നോക്ക്. ഹെൽത്ത് നോക്കുന്നില്ല. തിയോസ് ക്രോണോസ് ഹെൽത്ത് നോക്കുന്നില്ല. പുള്ളിൽ സോണിൽ കൂടെ ഒന്ന് അടിക്കാൻ നോക്കിയാണ്. പക്ഷേ പണി പാളിപ്പോയി. കാരണം സോണിൻ്റെ ഡാമേജ് വന്നു. പക്ഷേ അത് തിയോസ് തിയോസ് എഡീസിനെ അടിച്ചിട്ടിരിക്കുന്നു. നോക്കാം മോനെ നമ്മുടെ നമ്മുടെ ഇസ്രാറിൻ്റെ പിള്ളേർ അടിക്കാൻ വേണ്ടി ടോപ്പിൻ്റെ വൈപ്പറോടെ DP കൊണ്ട് ചാടി എടുക്കുന്നുണ്ട്. പക്ഷേ സോൺ പണി കിട്ടിയോണ്ട് മാത്രമായിരിക്കാം. എവിടെയാണ് കോമിക്കിൻ്റെ പിള്ളേർ ആരൊക്കെ അടിക്കുന്നുണ്ട്? കോമിക്കിൻ്റെ പിള്ളേർ കോമിക്കിൻ്റെ പിള്ളേർ അവിടെ നമ്മുടെ ടീമിനെ അടിക്കുന്നുണ്ട്. ഓൾസ്റ്റോ ആൻറ്റിൻ്റെ പിള്ളേർ അടിക്കുന്നു. ആൻറ്റി പിള്ളേർ വൈപ്പ് ചെയ്തുകൊണ്ട് കോമിക്കിൻ്റെ പിള്ളേർ അവസാന നിമിഷം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. LMXൻ്റെ ഇവിടെ ഓൾറെഡി നോക്കുകൾ വീഴിരിക്കുന്നു. ഓൾറെഡി 2 നോക്കാണ്. സോണും വരുന്നുണ്ട്. അവിടെ LMX നേട് ഒറ്റയ്ക്ക് അടിക്കാൻ നോക്കുന്നു. ഒറ്റയാൾ പോരാട്ടം വരുന്നു. LMXൻ്റെ ഒറ്റയാൾ പോരാട്ടം നേടിൻ്റെ. പക്ഷേ നേടിൽ TSൻ്റെ പിള്ളേർ വൈപ്പ് ചെയ്തിട്ടിരിക്കുന്നു. മോനെ വേറെ ലെവൽ കളിയായിരുന്നു. പക്ഷേ എന്താ പറയുക, സോൺ ഇപ്പോൾ 30 സ്റ്റാർട്ട് ചെയ്യും. ടോപ്പിൻ്റെ ഉള്ളിൽ അവിടെ ആരെ വൈപ്പ് ചെയ്യുന്നു? ടോപ്പിൻ്റെ ഉള്ളിൽ ടോപ്പ് വൈപ്പർ മാത്രമാണ് ഓൾറെഡി. ടോപ്പിൻ്റെ ജോക്കറോട് ഉണ്ട്. മോനെ പിന്നിൽ കോമിക്കിൻ്റെ പിള്ളേർ എന്തായാലും അടിക്കും. റെവ് എടുക്കാൻ പറ്റില്ല എന്തായാലും അത് ഉറപ്പാണ്. കാരണം പിന്നിൽ വേറെ പിള്ളേരുണ്ട്. മുമ്പിൽ നിന്ന് എററിൻ്റെ പിള്ളേരും പിന്നിൽ നിന്ന് നമ്മുടെ ആരാണ് അവിടെ കോമിക്കിൻ്റെ പിള്ളേരുണ്ട്. ആകെ പ്രശ്നമാണ്. പുള്ളി റെവ് എടുക്കാൻ നോക്കുന്നുണ്ട്. ടോപ്പ് കിൽസ് 4 കില്ലാണ്. ടോപ്പിൻ്റെ ടീം കിൽ 4ആണ്. ടോപ്പ് അത് നോക്കുന്നു. റെവ് എടുത്തിരിക്കുന്നു. അതേ പക്ഷേ സോണിക് കാരണം 7 സെക്കൻഡ് മാത്രം. കോമിക്കിൻ്റെ പിള്ളേർ എന്ത് ചെയ്യും നമുക്ക് കണ്ടത്. ഇതുവരെ സോണിക് രണ്ട് ടീമിന് മാത്രമുള്ളത്. ഇസഡാറക്സിൻ്റെ പിള്ളേർക്ക് ഇവിടെ എന്താണ് ഇസഡാറക്സിൻ്റെ പിള്ളേർ എററിൻ്റെ പിള്ളേർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ അറിയില്ല, എല്ലാവരും കട്ട പാമ്പുകളാണ്. ഇവിടെ 3 പാമ്പുകളുണ്ട്. അപ്പുറത്ത് എത്ര പാമ്പുകളുണ്ട്? ഇവിടെയും അതെ, എല്ലായിടത്തും പാമ്പാണ്. LMXൻ്റെ പിള്ളേർ അടിക്കാൻ വേണ്ടി എറർ സോൾ OP അത് നോക്കുന്നു. പക്ഷേ ചെറിയ പണിയിട്ടിരിക്കുന്ന എറർ അത് ടോപ്പിൻ ജോക്കറിനെ അടിച്ചിരിക്കുന്നു. ടോപ്പ് ജോക്കർ വീണിട്ടുണ്ട്. ടോപ്പ് വൈപ്പർ പക്ഷേ കയറുന്നുണ്ട്. വൈപ്പർ എന്ത് ചെയ്യും? വൈപ്പർ സോണിലല്ല ഇപ്പോഴും. മതി മോനെ, അവിടെ ചെറിയ വിഷയം ഉണ്ട്. എററിൻ്റെ പിള്ളേർ മോനെ നമ്മുടെ TSSൻ്റെ LMXൻ്റെ പിള്ളേർ കൊണ്ടുപോയി നിർത്തിയത് കീഴിലെ ഒരു പുലിമടയിലാണ്. LMXൻ്റെ പിള്ളേർ കൊണ്ടുപോയി നിർത്തിയത്. പക്ഷേ ഇത് എറർ സോളോ ചെയ്തിരിക്കുന്നു. എററിൻ്റെ പിള്ളേരും ഇസഡാറക്സിൻ്റെ പിള്ളേരും പൊള്ളിച്ചടിയാണ്. 2 ടീം LMXനെ പൊരിഞ്ഞടിയാണ്. അവിടെ വാറിന് വേണ്ടിയിട്ടുണ്ട്. പക്ഷേ കിക്ക് വേണ്ടിയിട്ടുണ്ട്. ആരൊക്കെ വീഴുന്നു? LMX അത് 2 ടീമിൻ്റെ നടുവിൽ കൊണ്ടുപോയി നിർത്തി ഒരുമിച്ച് ഒരു അടി അടിച്ചു മോനെ. പക്ഷേ നൈസായിട്ട് എറർ 404ൻ്റെ കോബി എല്ലാ കില്ല് എടുക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇസഡാറക്സ് കിക്കിയുടെ ഫൂളിൻ്റെ പെട്ടി അവിടെ കാണാൻ പറ്റും. ഈ ഫൂളിൻ്റെ പെട്ടിയിലതാ നമ്മുടെ സ്വന്തം എററിൻ്റെ പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ട്. വേറെ ലെവൽ കളി പോയി. കിക്ക് മാത്രമുണ്ട്. ഇസഡാറിൽ ആരുണ്ട്? കിക്ക് മാത്രമുണ്ട്. അത് LMX അവിടെയുണ്ട്. LMX കാണിച്ചിട്ടുണ്ട് ധീരത. കാരണം LMX ഒറ്റയടിക്ക് 2 ടീമിന് നടക്കും മോനെ. കോമിക്കിന് അടിക്കാനുള്ള ശ്രമം. ഗോസ്റ്റ് കോമിക്കിന് അടിക്കാൻ നോക്കി. പക്ഷേ LMX സൈക്കോ മാത്രം. സൈക്കോ എന്താണ് ചെയ്യുന്നത്? സൈക്കോ എന്ത് ചെയ്യും? സൈക്കോ വേറെ ലെവലടി മക്കളെ. LMX ഇന്നറിയില്ല. കഴിഞ്ഞ ആഴ്ചയിലെ കഴിഞ്ഞതിന് മുമ്പത്തെ അതേ LMX അത് തിരിച്ചു വന്നിരിക്കുന്നു. 16 കിലോടി LMX ഉണ്ട്. LMX ഇതുവരെയും വേറെ ലെവൽ കളിക്കായിരുന്നു. LMX വൈപ്പറിനെ സ്പോട്ട് ചെയ്തിരിക്കുന്നു. വൈപ്പറിനെ അടിക്കാൻ വേണ്ടിയാണ്. ഇനി വൈപ്പർ അതേ 2 ടീം മാത്രമാണ്. ഒരു 3 പേരും അവിടെ വൈപ്പർ മാത്രം വൈപ്പറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അത് LMX കണ്ടറിയാം. LMX എന്ത് ചെയ്യും? വൈപ്പർ എന്ത് ചെയ്യും? വൈപ്പറിനാണ് പക്ഷേ സോണിൻ്റെ അഡ്വാൻറ്റേജ്. ഫുൾ ടീം ഉണ്ടോ എന്നറിയില്ല. ഫുൾ ടീം ഇല്ല, 3 പേര് മാത്രമേ ഉള്ളൂ മോനെ. വേറെ ലെവൽ കളി മക്കളെ. ടോപ്പിൻ്റെ വൈപ്പർ ഒറ്റയാൾ പോരാട്ടം 1 vs 3. നേടത കിടക്കാച്ച് ഫ്ലാങ്ക് ചെയ്യുന്ന വണ്ടി എടുത്ത് വരുന്നു. നേടിനടിക്കാൻ ശ്രമമാണ്. നേടത വണ്ടി കുത്തിച്ച് മോനെ വൈപ്പറിനടിക്കാൻ പോകുന്നു. വൈപ്പർ ആകെ പെട്ടിരിക്കുകയാണ്. വൈപ്പറിനാരടിക്കും? LMX നേടടിക്കും. അതോ പിന്നിൽ നിന്ന് ഗോസ്റ്റ് അവിടെ നോക്കുന്നുണ്ട്. ഗോസ്റ്റ് ചെറിയ തലയിട്ട് ഗോസ്റ്റും അടിക്കുന്നു. വൈപ്പർ പെട്ടിരിക്കുന്നു മോനെ. വൈപ്പറിന് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം അപ്പുറത്തെ ആൾക്കാരൊന്നും. പക്ഷേ പുള്ളിക്ക് സ്മോക്ക് എസ്കേപ്പ് ആയിരുന്നു. പക്ഷേ വൈപ്പർ വേറെ ലെവൽ ടോപ്പിൻ്റെ ഉള്ളിൽ നിന്നാ. സോ LMX ഇത്തവണ നമ്മൾ ഡിന്നർ അടിച്ചിരിക്കുന്നു. LMX ആണ് ഡിന്നർ അടിച്ചത്. LMX ഇത്ര ടീമെങ്കിൽ 5 3 8 8 3 11 17 ടീമിലോടുകൂടി LMX ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. സെക്കൻഡുള്ള നമ്മുടെ ടോപ്പിൻ്റെ പിള്ളേർ 4 കിലോടുകൂടി ടോപ്പിൻ്റെ പിള്ളേരുണ്ട്. മോർഫിയസിൻ്റെ പിള്ളേർ കോമിക്കിൻ്റെ പിള്ളേരാണ് 4ാം സ്ഥാനത്തുള്ളത്. അതുപോലെ 3ാം സ്ഥാനത്ത് കോമിക്കിൻ്റെ പിള്ളേർ, 4ാം സ്ഥാനത്ത് സീറോ റെസ്പെക്റ്റ്. അതുപോലെ 5ാം സ്ഥാനത്ത് എററാണ്. 6ാം സ്ഥാനത്ത് TSS ആണ്. 7ാം സ്ഥാനത്ത് നമ്മുടെ ആൻറ്റിൻ്റെ പിള്ളേരാണ്. 8ാം സ്ഥാനത്ത് ഓൾ സ്റ്റാർസ് ഉണ്ട്. 9ാം സ്ഥാനത്ത് നമ്മുടെ തിയോസ് ഉണ്ട്. 10ാം സ്ഥാനത്ത് സ്പാർട്ട. 11 ബോസ്കോ പേരൊക്കെ പഠിക്കണം. പുതിയ പിള്ളേരാണ്. പുതിയ കുറേ ടീമുണ്ട്. എക്സോഡസ് ഉണ്ട്. 12 13 നമ്മുടെ BS അത് ബോസ്കോ. അപ്പോൾ അതേതാ ടീം മാറിപ്പോയി നൈസായിട്ട്.
സോ നമുക്കപ്പോൾ ഇന്നത്തെ സ്ട്രീമിംഗ് കൂടെ നിർത്തുകയാണ്. എല്ലാ ടീമുകളും കയറി എന്ന് വിചാരിക്കുന്നു. ഇന്ന് എല്ലാ ടീമും കയറിയുണ്ട്. ശരിയാണ്, ഇന്ന് എല്ലാ ടീമും കയറിയിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ സപ്പോർട്ട് എനിക്ക് എന്നുണ്ടാവണം. സോ നമ്മുടെ എല്ലാം എക്സ്ട്രീമാണ് ഡിന്നർ അടിച്ചത്. എല്ലാം എക്സ്ട്രീമിന് കൺഗ്രാജുലേഷൻസ്. സോ ഇന്നത്തെ സ്ട്രീമിങ്ങോട് നിർത്തിയാണ്. എല്ലാവരുടെ സപ്പോർട്ടും എനിക്കുണ്ടാവണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നാളെ ഇതേ സമയം കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇട്രോയുടെ പിള്ളേരില്ല ബ്രോ, ഇത്തവണ ഇല്ല. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.